മഹാബലി വാക്കുകൊടുത്തത്, എന്തു വേണമെങ്കിലും ചോദിച്ചോളൂ, ഞാൻ തരാമെന്ന്. അപ്പൊ ഭഗവാൻ വളരെ വലിയൊരു തത്വം പറയുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് മായയെ എങ്ങനെ അതിജീവിക്കാം, മായയെ അതിജീവിച്ചാൽ ജീവിതത്തിലെ സകല ഐശ്വര്യങ്ങളും ഉണ്ടാകും, ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാവും. പക്ഷെ അതിനെത്രമാത്രം നമ്മൾ പരിശ്രമിക്കണം, ഉയർന്ന തലത്തിലെത്തണം എന്നുള്ളത് മഹാബലിയുടെ ചരിത്രത്തിലൂടെ നമുക്ക് ഭഗവാൻ കാണിച്ചു തരികയാണ്. അതുകൊണ്ട് ആ ഒരു ഭാവത്തിലേക്ക് എത്താൻ സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഗുരുക്കന്മാർക്കും എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഈ ഒരു ദശാവതാര സത്രവേദിയിൽ പ്രഭാഷണത്തിനായി എനിക്ക് തന്നിരിക്കുന്ന വിഷയം വാമനാവതാരം എന്നുള്ളതാണ്. മലയാളികളായിട്ടുള്ള നമ്മൾ തിരുവോണമൊക്കെ ധാരാളം ആഘോഷിക്കുന്നത് കൊണ്ട് വാമനമൂർത്തി നമ്മുടെ സ്വന്തമാണ്. എങ്കിലും നമ്മൾ കുറച്ച് മാറിയൊക്കെയാണോ കഥ മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് ചില സമയങ്ങളിൽ നമ്മളുടെ നാട്ടിൽ നടക്കുന്ന ചില കാര്യങ്ങൾ കണ്ടാൽ സംശയം തോന്നും. അപ്പം നമുക്ക് നമ്മളുടെ ഋഷീശ്വരന്മാർ ഈ വാമനമൂർത്തിയുടെയും മഹാബലിയുടെയും ചരിതം എന്താണ് പറഞ്ഞു വച്ചിരിക്കുന്നത് എന്നൊന്ന് അനുസ്മരിക്കാം. ഏകദേശം 10ഓളം പുരാണങ്ങളിൽ വാമന അവതാരത്തെ പറ്റി പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് ശ്രീമദ് ഭാഗവതത്തിൽ, പിന്നെ എഴുത്തച്ഛൻ്റെ ശ്രീമദ് ഭാഗവതം കിളിപ്പാട്ടിൽ. ഇവിടെയെല്ലാം നമ്മളുടെ വാമനമൂർത്തിയെ പറ്റിയും ഈ മഹാബലിയുടെ അവതാരത്തെ പറ്റിയും പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ പ്രഭാഷണം മിക്കവാറും ഭാഗവതത്തെ മാത്രം ആസ്പദമാക്കിയായിരിക്കില്ല, സ്കന്ദപുരാണത്തിലും അതുപോലുള്ള മറ്റു പുരാണങ്ങളിലും കൂടി ഉള്ളതുകൂടി ചേർത്തിട്ടായിരിക്കും. അപ്പൊ ചിലപ്പോൾ അയ്യോ ആ ഒരു ഭാഗം കേട്ടിട്ടില്ലല്ലോ എന്ന് വിചാരിക്കരുത്. പുരാണങ്ങളിലും കൂടെ ഉള്ളത് ഉൾപ്പെടുത്തിയാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ വാമനമൂർത്തിയെ പറ്റി സ്മരിക്കുമ്പോൾ നമുക്ക് മഹാബലിയെ സ്മരിക്കാതിരിക്കാൻ സാധിക്കില്ല. അപ്പൊ മഹാബലിയുടെ വംശപരമ്പര എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ബ്രഹ്മാവിൻ്റെ മാനസപുത്രനാണ് മരീചി മഹർഷി. അദ്ദേഹത്തിൻ്റെ പുത്രനാണ് കശ്യപൻ. ഈ കശ്യപന് ദക്ഷ പ്രജാപതി തൻ്റെ 13 പുത്രിമാരെ വിവാഹം ചെയ്തു കൊടുത്തു. അതില് മൂത്ത പുത്രിമാർ ദക്ഷന്റെ ദിതിയും അതിഥിയും ഒക്കെ. പിന്നെയുണ്ട് ധനു, കാല തുടങ്ങിയവരെ പറ്റിയൊക്കെ മഹാഭാരതം ആദി പർവ്വത്തില് പരാമർശിക്കുന്നുണ്ട്. ഇതില് അതിഥിക്ക് കശ്യപ മഹർഷിയിൽ പിറന്നവരാണ് ദേവന്മാർ. അതിഥിയിൽ പിറന്നവരായതുകൊണ്ട് അവരെ ആദിത്യന്മാർ എന്നുകൂടി പറയുന്നുണ്ട്. കശ്യപ മഹർഷിയുടെ പുത്രന്മാരായതുകൊണ്ട് അവരെ കാശ്യപർ എന്നുകൂടി പറയാറുണ്ട്. ദിതിക്കുണ്ടായതാണ് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും ഒക്കെ. നമുക്ക് അവരെയും കുറച്ചൊക്കെ പരിചയമുണ്ട് അല്ലേ. ഇനി ഈ ഹിരണ്യാക്ഷൻ വധിക്കപ്പെട്ടു. പിന്നെയുള്ളത് ഹിരണ്യകശിപുവാണ്. ഹിരണ്യകശിപുവിൻ്റെ ഒരു പുത്രനെ നമുക്ക് എല്ലാവർക്കും അറിയാം, മൂത്ത പുത്രനായിട്ടുള്ള പ്രഹ്ലാദൻ. 5 പുത്രന്മാരാണുള്ളത്: പ്രഹ്ലാദൻ, സംഹ്ലാദൻ, അനുഹ്ലാദൻ, ശിപി, ബാഷ്കലൻ. ഇങ്ങനെ 5 പുത്രന്മാരാണ് ഹിരണ്യകശിപുവിനുള്ളത്. ഹിരണ്യകശിപു വധിക്കപ്പെട്ടപ്പോൾ സ്വാഭാവികമായും മൂത്ത പുത്രനായിട്ടുള്ള പ്രഹ്ലാദൻ രാജ്യഭാരം ഏറ്റെടുത്തു. വളരെ ധർമ്മിഷ്ഠനായിട്ട് പ്രഹ്ലാദൻ രാജ്യം ഭരിച്ചു. പക്ഷേ ആ ഭഗവാനോട് അത്രമാത്രം ശരണാഗതി അടഞ്ഞവനായതുകൊണ്ട് വളരെയധികം കാലമൊന്നും രാജ്യഭാരത്തിൽ ഇരിക്കാനുള്ള മനസ്സുണ്ടായിരുന്നില്ല. തനിക്ക് ഏകാന്തത്തിൽ പോയി ഭജനം ചെയ്യണം, അല്ലെങ്കിൽ വനത്തിൽ പോയി തപസ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് മൂത്ത പുത്രനായിട്ടുള്ള വിരോചനൻ, പ്രഹ്ലാദന് 3 പുത്രന്മാരാണുള്ളത്: വിരോചനൻ, കുംഭൻ, നികുംഭൻ. ഈ വിരോചനന് പ്രായപൂർത്തിയൊക്കെ ആയി രാജ്യഭാരം ഏറ്റെടുക്കാനൊക്കെ ആകുന്നതിന് മുമ്പ് തന്നെ കുടുംബത്തില് അതിലും കുറച്ചൊരു തലമൂത്ത ആളിനെ രാജ്യഭാരം ഏൽപ്പിച്ചിട്ട് പ്രഹ്ലാദൻ നേരെ വനത്തിലേക്ക് തപസ്സിനായി പോയി. പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ വിരോചനൻ ഒരു രാജ്യഭാരം ഏറ്റെടുക്കാനൊക്കെയുള്ള സാമർഥ്യമൊക്കെ വന്നു എന്നറിഞ്ഞപ്പോൾ രാജ്യഭാരം വിരോചനന്റെ കയ്യിലെത്തി. അങ്ങനെ നല്ല ചക്രവർത്തിയായിട്ട് ധർമ്മിഷ്ഠനായിട്ട് രാജ്യം ഭരിക്കുകയാണ്. പ്രഹ്ലാദന്റെ പുത്രനല്ലേ, ധർമ്മിഷ്ഠനായിരിക്കാനേ വഴിയുള്ളൂ. ധർമ്മിഷ്ഠനായിട്ട് രാജ്യം ഭരിക്കുന്നു.
ബ്രഹ്മനിഷ്ഠനുമാണ്. ഈ വിരോചനന് ഒരേ ഒരു പുത്രൻ, അതാണ് ഇന്ദ്രസേനൻ. നമ്മൾ സാധാരണ മഹാബലി എന്ന് പറയുന്ന ആളാണ് ഇന്ദ്രസേനൻ. ഇതാണ് അദ്ദേഹത്തിന്റെ ശരിയായിട്ടുള്ള പേര്. പിന്നീട് ആ 3 അടിയൊക്കെ അളന്നെടുത്ത് കഴിയുമ്പോൾ കിട്ടുന്ന പേരാണ് മഹാബലി എന്നുള്ളത്. അപ്പൊ ഇവിടെ ആ വളരെ നല്ല രീതിയിൽ രാജ്യമൊക്കെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തോന്നി, എന്നാൽ രാജ്യം വിട്ട് തനിക്കും കാട്ടിലേക്ക് തപസ്സിനായിട്ട് പോകണം എന്ന് തോന്നി. അപ്പൊ പിന്നെ ആരെ ഏൽപ്പിക്കണം? തൻ്റെ പുത്രനായിട്ടുള്ള ഇന്ദ്രസേനനെ രാജ്യം അങ്ങ് ഏൽപ്പിച്ചേക്കാം, താനും കാട്ടിലേക്ക് തപസ്സിനായിട്ട് പോയേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഓരോരുത്തരായിട്ട് തപസ്സിനായിട്ട് പോവാണ്. എന്താണെങ്കിലും ഇന്ദ്രസേനന്റെ കയ്യിൽ രാജ്യം കിട്ടി. ഇന്ദ്രസേനനും നല്ല ധർമ്മിഷ്ഠനാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ബ്രഹ്മജ്ഞാനം, ആ ഒരു അറിവ് ലഭിച്ചിട്ടുണ്ട്. പിന്നീട് ഗുരുവായിട്ടുള്ള ശുക്രാചാര്യരുടെ കയ്യിൽ നിന്നും ആ ഒരു ജ്ഞാനം ലഭിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ബ്രഹ്മജ്ഞാനം എന്നുള്ള സംഗതി എല്ലാ കാലവും നിലനിൽക്കണം എന്നില്ല. അത് നമ്മൾ അതിൻ്റെതായ രീതിയിൽ ആ ഒരു നിഷ്ഠ അല്ലെങ്കിൽ ഭഗവാനിലുള്ള ആ ശരണാഗതി ചിന്ത ഉറപ്പായിട്ട് നിലനിർത്തിയില്ലെങ്കിൽ ആ വന്ന ജ്ഞാനമൊക്കെ ചിലപ്പോൾ അതുവഴി പോകും. എന്താണെങ്കിലും അത്രമാത്രം ബ്രഹ്മനിഷ്ഠനായിരുന്നു ഇന്ദ്രസേനൻ. അങ്ങനെ രാജ്യമൊക്കെ ഭരിച്ചു വന്നു. പക്ഷെ രാജ്യം ഭരിച്ചു വന്നപ്പോൾ തോന്നി എല്ലാം അങ്ങ് കീഴടക്കണം ഒരാഗ്രഹം. അപ്പൊ എന്ത് ചെയ്തു? ഭൂമിയിൽ ഇനി ഒരു സ്ഥലം പോലും ബാക്കിയില്ല എന്നുള്ള രീതിയിൽ ഭൂമി മുഴുവൻ പിടിച്ചടക്കി. പിന്നെ അടുത്തത് മേലോട്ടും താഴോട്ടുമൊക്കെയല്ലേ പിന്നെ നോട്ടം വരിക. അപ്പൊ എന്ത് ചെയ്തു? സ്വർഗം പിടിച്ചടക്കണമെന്ന് ഒരു തോന്നൽ വന്നു. ശരിക്കു പറഞ്ഞാല് ഈ അസുരന്മാരുടെ പ്രധാന കുഴപ്പം ഇതാണ്. അവർക്ക് എവിടെ ഇരുന്നാലും സമാധാനം കിട്ടില്ല. ബാക്കി ആരെയെങ്കിലുമൊക്കെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കണം, എന്തെങ്കിലുമൊക്കെ അവർക്ക് ഒരു സൗര്യക്കേട് കൊടുക്കണം. അതാണ്. മാത്രമല്ല, സ്വയം നന്മ ഉണ്ടാകണം എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ അവരെന്ത് ചിന്തിക്കും? മറ്റുള്ളവർക്ക് ദോഷം ഉണ്ടാകണം എന്ന് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് പലപ്പോഴും തോന്നും, ഈ ഭഗവാൻ എന്തിനാ എപ്പോഴും ദേവന്മാർക്ക് ഇങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അസുരന്മാർ എന്തുകൊണ്ടാണ് ഭഗവാൻ ഇങ്ങനെ പലപ്പോഴും അവർക്ക് ഓരോ പാഠം കൊടുത്തുകൊണ്ടിരിക്കുന്നത് തോന്നും. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാല്, ദേവന്മാർ എന്തൊക്കെ കുരുത്തക്കേട് ചെയ്താലും അവർക്കറിയാം ഇതിൽ നിന്നൊക്കെ തങ്ങളെ കയറ്റാൻ കഴിവുള്ളവനാണ് ഭഗവാൻ. അപ്പൊ അവരെന്ത് ചെയ്യും? നേരെ പോയി ഭഗവാന്റെ കാല് പിടിക്കും. പക്ഷെ അസുരന്മാരോ, ഇതെല്ലാം ഞങ്ങളുടെ കയ്യൂക്ക് കൊണ്ടും ശക്തി കൊണ്ടും നേടിയതാണ് എന്ന് വിചാരിക്കും. ഭഗവാൻ ഇതിനകത്തൊന്നും വലിയ വരം മേടിക്കാൻ മാത്രം ബ്രഹ്മാവിനെയൊക്കെ തപസ് ചെയ്യും. അത് കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ, പാലം കടക്കുവോളം നാരായണ എന്ന് പറയുന്നത് പോലെയാണ്. പിന്നെ ഈ ഭഗവാൻ ഒന്നും പറഞ്ഞാൽ ഒന്നും കേൾക്കില്ല. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം സ്വന്തം കയ്യൂക്കുകൊണ്ട് നേടുന്നതാണ് എന്നുള്ള ചിന്തയുള്ളത് കൊണ്ടാണ് ഈ അസുരന്മാർക്ക് ഈ പ്രശ്നമൊക്കെ. നേരെ മറിച്ച് തെറ്റ് ചെയ്തു, ഭഗവാനെ ഒന്ന് രക്ഷിക്കണേന്നൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഭഗവാന് തോന്നും, ഒന്നുമില്ലേലും അവൻ എന്നെ വിളിച്ചല്ലോ, രക്ഷിക്കാമെന്നുള്ളത്. എന്താണെങ്കിലും നേരെ ഇന്ദ്രസേനൻ സ്വർഗത്തിലേക്ക് ചെന്നു യുദ്ധത്തിനായിട്ട്. പക്ഷേ ആ യുദ്ധത്തില് പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, ഇന്ദ്രസേനൻ കൊല്ലപ്പെട്ടു. ശുക്രാചാര്യർ എന്ത് ചെയ്തു? ശുക്രാചാര്യരുടെ കയ്യിൽ മൃതസഞ്ജീവിനി മന്ത്രമുണ്ട്. ശുക്രാചാര്യർ വളരെ എളുപ്പത്തിൽ തന്നെ ഇദ്ദേഹത്തെ ഇന്ദ്രസേനനെ ജീവിപ്പിച്ചു. അപ്പൊ നാരദ മഹർഷിക്ക് തോന്നി ഇങ്ങനെ പോയാൽ പറ്റൂല. അപ്പൊ നാരദ മഹർഷി നേരെ ദേവേന്ദ്രന്റെ അടുക്കൽ ചെന്നു. അപ്പൊ ഈ ദേവേന്ദ്രൻ എന്ന് പറയുന്നത് ഒരു പദവിയുടെ പേരാണ്. ദേവേന്ദ്രൻ എന്ന് പറഞ്ഞാൽ എന്നും ഒരാളല്ല, സ്ഥാനം മാറിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ പ്രധാനമന്ത്രി എന്ന് പറയുന്ന ഒരു സ്ഥാനപ്പേരല്ലേ, അതിൽ ആളിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അതുപോലെ ഇത്ര കാലാവധിക്ക് ഇന്നയാളാണ് ഇന്ദ്രൻ, യോഗ്യത കിട്ടി ഇത്ര യാഗമൊക്കെ ചെയ്തു കഴിയുമ്പോൾ അദ്ദേഹം ഇന്ദ്രനാവും. ഇന്ദ്രനായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് കിട്ടിയ കസേര കളയാൻ അദ്ദേഹം നോക്കുവോ? ഒരിക്കലുമില്ല. മാക്സിമം കാലം അതിനകത്ത് പിടിച്ചിരിക്കാനും വേറെ ആരും ആ സീറ്റിലേക്ക് വന്നിരിക്കാനും സ്വാഭാവികമായിട്ട് നോക്കും. അതുകൊണ്ട് ആ ദേവേന്ദ്രന്റെ സ്ഥാനത്തില് ആർക്ക് വേണമെങ്കിലും ആ ഒരു യോഗ്യത കിട്ടിയാൽ വന്നിരിക്കാം. അപ്പൊ എന്തായി? മഹാബലിക്ക് സ്വർഗം കീഴടക്കണം എന്ന് ആഗ്രഹം തോന്നിയിട്ടാണ് പോയത്. എന്താണെങ്കിലും ജീവൻ തിരിച്ചു കിട്ടി. പക്ഷെ അപ്പോൾ നാരദമുനി പറഞ്ഞു, ഇങ്ങനെ ഇവന്മാര് ഇടയ്ക്കിടയ്ക്ക് യുദ്ധം ചെയ്യാൻ വരും. എപ്പോഴും ഇങ്ങനെ നമ്മൾ ജയിച്ചോണമെന്നൊന്നുമില്ല. ഇപ്പൊ എന്താണെങ്കിലും ജയിച്ചു, പക്ഷെ ചിലപ്പം തോൽവി അടയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അമൃത് കൈക്കലാക്കണം, അതിന് പാലാഴി കടയണം. പക്ഷെ പാലാഴി തന്നെ കടയാൻ പറ്റുമോ? ആരുടെയെങ്കിലും സഹായം വേണം, നല്ല കരുത്തുള്ളവരുടെ സഹായം വേണം. അപ്പൊ എന്തു വേണം? നിങ്ങൾ അസുരന്മാരെ കൂട്ടുപിടിക്കുക. ബാക്കിയുള്ള കഥ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? അസുരന്മാരെ കൂട്ടുപിടിച്ചു, അവസാനം അസുരന്മാരെ പറ്റിച്ച് ദേവന്മാര് അമൃത് കൊണ്ടുപോയി. അപ്പൊ ഇതൊക്കെ ശരിയാണോ എന്നൊക്കെ നമുക്ക് തോന്നാം.
ശരിക്കു പറഞ്ഞാല് ഇത് അധർമ്മമാണ്. പക്ഷേ ഇത് രാജ്യതന്ത്രത്തിന്റെ, യുദ്ധത്തിന്റെ ഭാഗമാണ്. ഇന്നത്തെ രാഷ്ട്രീയം ഒന്ന് നോക്കിയാലോ. സാധാരണ വളരെ വലിയ പൊളിറ്റിക്കൽ ഗുരൂസ് പറയും, ദർ ഇസ് നോ പെർമനന്റ് എനിമി ഓർ ഫ്രണ്ട് ഇൻ പൊളിറ്റിക്സ്. രാഷ്ട്രീയത്തില് സ്ഥിരമായിട്ടുള്ള ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല. അതായത് ആ സമയത്തെ സാഹചര്യം അനുസരിച്ച് ചിലപ്പോൾ ശത്രുവിനോട് പോലും ചില കൂട്ടുകെട്ടൊക്കെ നടത്തേണ്ടി വരും. ചില അലയൻസ് ബന്ധങ്ങൾ ഒക്കെ പാർട്ടിയിലൊക്കെ കണ്ടിട്ടില്ലേ, അങ്ങനെയൊക്കെ നടത്തേണ്ടി വരും. അത് രാഷ്ട്രതന്ത്രമാണ്, രാഷ്ട്രീയമാണ്, അതൊക്കെ സ്വാഭാവികമാണ്. അപ്പൊ എന്ത് ചെയ്തു? അതും ഒരു യുദ്ധതന്ത്രമാണ് ദേവന്മാരുടെ. പക്ഷെ അസുരന്മാർ അതിൽ വീണുപോയി. അതുകൊണ്ട് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ എന്താണെങ്കിലും അതിലൊരു അധർമ്മമുണ്ട്. ആ അധർമ്മം ചെയ്തതുകൊണ്ട് ദേവന്മാർ അനുഭവിക്കണം. തിരിച്ച് അസുരന്മാര് ചെയ്താല് അവരും അനുഭവിക്കണം. പക്ഷേ ഈ ദേവന്മാര് പറ്റിച്ചതോടുകൂടി അസുരന്മാർക്ക് വളരെ വലിയ വിഷമമായി. എന്താണ് പറ്റിക്കപ്പെടുക എന്ന് പറഞ്ഞാലേ, ഇപ്പൊ നമ്മളാണെങ്കിൽ നമ്മളോട് ആരെങ്കിലും കാശ് ചോദിച്ചു, നമ്മൾ കൊടുത്തു, കുഴപ്പമില്ല. പക്ഷെ നമ്മളെ ആരെങ്കിലും പറ്റിച്ചുകൊണ്ട് പോയാലോ, നമുക്ക് വളരെ മനസ്സിന് വിഷമാണ്. അപ്പൊ അതുപോലെ തന്നെ പറ്റിച്ചിട്ട് പോയതോടുകൂടി ഇന്ദ്രസേനന് വളരെ വിഷമമായി. ദേവന്മാരോ അമൃതൊക്കെ കിട്ടി നല്ല സുഖലോലുപരായിട്ട് മത്തന്മാരായിട്ടിരിക്കുകയാണ്. ഉടനെ ഒരു ആക്രമണം ഒന്നും പ്രതീക്ഷിച്ചില്ല. ആ സമയത്ത് ഇന്ദ്രസേനൻ എന്ത് ചെയ്തു? ഗുരു ശുക്രാചാര്യരുടെ ഉപദേശപ്രകാരം ചില യാഗങ്ങൾ ചെയ്തു, ശക്തി ഉണ്ടാക്കുന്നതിനായിട്ട്. അവസാനം ആ യാഗത്തിൽ നിന്ന് വളരെ വിശേഷപ്പെട്ട യുദ്ധസാമഗ്രികൾ വന്നു. നല്ല സ്വർണപ്പട്ട കെട്ടിയ രഥം, അതോടൊപ്പം ഇന്ദ്രന്റെ കുതിരകൾക്ക് പറയുന്ന പേര് ഹരി എന്നാണ്, പച്ച കുതിരകളാണെന്നാണ് പറയുക. അപ്പൊ അതിന് സമാനമായിട്ടുള്ള കുതിരകൾ വന്നു. സിംഹത്തിന്റെ കൊടിയടയാളം ഉള്ള നല്ല കൊടി, അതുപോലെ സ്വർണം കെട്ടിയ നല്ല വില്ല്, അമ്പൊടുങ്ങാത്ത ആവനാഴി, ഇങ്ങനെയുള്ള യുദ്ധോപകരണങ്ങളൊക്കെ ഈ ഒരു യാഗം കഴിഞ്ഞപ്പോൾ കിട്ടി. മുത്തച്ഛനായിട്ടുള്ള പ്രഹ്ലാദൻ ഒരിക്കലും വാടാത്ത പൂവണ്ണുണ്ടാക്കിയ ഒരു മാല കൊടുത്തു. ശുക്രാചാര്യരോ വളരെ വിശിഷ്ടമായിട്ടുള്ള ഒരു ശംഖു കൊടുത്തു. അങ്ങനെ ഒരുമാതിരി യുദ്ധത്തിനുള്ള കോപ്പെല്ലാം കൂട്ടി. അങ്ങനെ എന്ത് ചെയ്തു? ഈ ഇന്ദ്രസേനന്റെ നേതൃത്വത്തില് സ്വർഗം ആക്രമിക്കാനായിട്ട് പുറപ്പെട്ടു. അവിടെ ശ്രീമദ് ഭാഗവതത്തിലൊക്കെ ആ സ്വർഗം തന്നെ 10-11 ശ്ലോകങ്ങളില് വളരെ മനോഹരമായിട്ട് വർണ്ണിക്കുന്നുണ്ട്. രാജധാനി, ധാനി എന്ന് പറഞ്ഞാൽ ആസ്ഥാനം. അപ്പൊ രാജധാനി എന്ന് പറഞ്ഞാല് രാജാവിന്റെ ആസ്ഥാനം, ദേവധാനി എന്ന് പറഞ്ഞാല് ദേവന്മാരുടെ ആസ്ഥാനം. അപ്പൊ അങ്ങനെയുള്ള ആ അമരാവതിയിലേക്ക് ഈ ഇന്ദ്രസേനൻ പോവുകയാണ്. ദേവന്മാരോ അവര് പെട്ടെന്ന് ഇങ്ങനെ ഒരു ആക്രമണം ഒന്നും പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് തന്നെ അവര് വളരെ സുഖലോലുപരായിട്ടിരിക്കുന്ന സമയത്താണ് ഈ ആക്രമണം. അതുകൊണ്ട് തന്നെ ഇന്ദ്രസേനന് ദേവന്മാരെ തോൽപ്പിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. അമൃത് കയ്യിലുണ്ട്, മരിക്കുന്നില്ല എന്നേ ഉള്ളൂ, തോൽക്കില്ല എന്നുണ്ടോ? അമൃത് കഴിച്ചാൽ തോക്കില്ല എന്നില്ല, ജീവൻ പോവില്ല എന്നേ ഉള്ളൂ. ജീവൻ പോകാതെ നമുക്ക് അസുഖമായിട്ടൊക്കെ കിടക്കാം, അല്ലേ? ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും നമ്മൾ പറയില്ലേ. എന്താണെങ്കിലും തോറ്റുപോയി. അവസാനം ദേവലോകം ഒഴിഞ്ഞു കൊടുക്കേണ്ടി വന്നു. ഈ ദേവന്മാരൊക്കെ ഇനി എവിടെ പോയി ഇരുന്നാലും ഇന്ദ്രസേനൻ പിടിക്കും. അപ്പൊ അതുകൊണ്ട് സ്കന്ദപുരാണത്തിൽ പറയുന്നു, കുറേ രൂപങ്ങൾ എടുത്ത് ഇവര് സ്ഥലം വിട്ടു. ഇന്ദ്രൻ മയിലിന്റെ രൂപം എടുത്ത് സ്ഥലം വിട്ടു. ധർമ്മദേവൻ കാക്കയുടെ രൂപമെടുത്തു. അതുപോലെ കുബേരൻ കീരിയുടെ രൂപം എടുത്തു. പരമേശ്വരൻ തവളയുടെ രൂപം. ഇങ്ങനെയൊക്കെ എടുത്തിട്ട് എവിടെ പോയിരുന്നു? കശ്യപ മുനിയുടെ ആശ്രമത്തിന്റെ പരിസരത്ത് ജീവിക്കുകയാണ്. നമ്മൾ മറ്റേ ഒളിവിലൊക്കെ കഴിയാന്ന് പറയില്ലേ, പഞ്ചപാണ്ഡവരൊക്കെ ഇരുന്നത് പോലെ ഈ അസുരന്മാരുടെ ശല്യം വരാതിരിക്കാൻ വേണ്ടി അവിടെ ഇങ്ങനെ കഴിയുകയാണ്. ഈ വിവരമൊക്കെ അതിഥിയെ അറിയിച്ചു. അതിഥിയിലെ അമ്മയെയും അറിയിച്ചു. അപ്പൊ മഹാവിഷ്ണു പറഞ്ഞു, ഒന്നും വിഷമിക്കണ്ട. ദേവന്മാര് ചോദിച്ചു, എന്നാലും ഞങ്ങളുടെ ഒരു അവസ്ഥ നോക്കി, ഞങ്ങൾ ഇങ്ങനെ ദേവലോകത്തിരിക്കേണ്ടതിന് പകരം ഇങ്ങനെ കഷ്ടപ്പെട്ടിരിക്കുകയല്ലേ. അപ്പൊ പറഞ്ഞു, ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. അപ്പൊ ഈ ദേവന്മാര് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ ഇന്ദ്രസേനൻ ഇത്ര ഐശ്വര്യം? അപ്പൊ പറഞ്ഞു, ഗുരുവിന്റെ അനുഗ്രഹം ഉള്ളത് കൊണ്ടാണ്, ശുക്രാചാര്യരുടെ അനുഗ്രഹം ഉള്ളത് കൊണ്ടാണ്. ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. ആ ശുക്രാചാര്യ കാരണം തന്നെ ഇതെല്ലാം പൊയ്ക്കോളും. അതിന്റെ അർത്ഥം എന്താ? ഒരു ശാപം ഓൺ ദ വേ, അല്ലെ, വരാൻ പോകുന്നുണ്ട്, ഡ്യൂ ആണ് എന്ന് ഒരു സൂചന തരികയാണ്. ശുക്രാചാര്യരുടെ തന്നെ ശാപം കൊണ്ട് ഈ ഇന്ദ്രസേനന് ഈ ഐശ്വര്യം എല്ലാം നഷ്ടപ്പെടും എന്ന് ഒന്ന് സൂചിപ്പിക്കുകയാണ്. എന്താണെങ്കിലും ഇന്ദ്രലോകമൊക്കെ കീഴടക്കി അവിടെ സുഖമായിട്ട് വാഴാൻ തുടങ്ങി. പക്ഷെ എന്താണ്, ഇനിയും തനിക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്യണം.
അപ്പൊ ഗുരുക്കന്മാര് ഉപദേശിച്ചു കൊടുത്തു, അശ്വമേധയാഗങ്ങൾ ചെയ്യുക. ഇങ്ങനെ ധാരാളം അശ്വമേധയാഗങ്ങൾ ചെയ്യാൻ തുടങ്ങി. 100 അശ്വമേധയാഗം നടത്തിയെന്നാണ് പറയുന്നത്. പക്ഷെ അതേസമയം അതിഥി ഇവിടെ വിഷമത്തിലാണ്. തൻ്റെ മക്കളുടെ അവസ്ഥ ഈ ഒരു രീതിയിലാണ്, വളരെ കഷ്ടപ്പാടാണല്ലോ എന്നൊക്കെ പറയുകയാണ്. അപ്പൊ എന്ത് ചെയ്തു? തൻ്റെ ഭർത്താവിനോട്, നമുക്ക് വിഷമം വന്നാൽ ആരോട് പറയും? നമ്മൾ ഓടിപ്പോയി ഭർത്താവിനോട് പറയും. ഭർത്താവ് സമാധിയിലാണ്, തപസ്സിനായിട്ട് പോയിരിക്കുക. പിന്നെ ഇന്ന് എന്ത് ചെയ്യും? കുറേ കാലം ആ കശ്യപൻ വരുന്നത് നോക്കിയിരുന്നു. അങ്ങനെ ഒരിക്കലും തപസ്സൊക്കെ കഴിഞ്ഞ് 10-13 ഭാര്യമാരല്ലേ, ഒരു ദിവസം അതിഥിയുടെ ഗൃഹത്തിലെത്തി. അതിഥിയുടെ ഗൃഹത്തിലെത്തിയപ്പോൾ അതിഥി ഒത്തിരി ദുഃഖത്തിൽ പറഞ്ഞു, നമ്മുടെ പുത്രന്മാരുടെ അവസ്ഥ ഇങ്ങനെയാണ് അല്ലേ. മറ്റേതാരാ? തൻ്റെ മറ്റേ സപത്നിയാണ്, ദിതിയുടെ വംശത്തിൽ പെട്ടവരാണ്. അപ്പൊ അതിൻ്റെ ഒരു വിഷമവും കൂടെ ഉണ്ട്. അവർ ഐശ്വര്യമായിട്ടിരിക്കുന്ന തൻ്റെ മക്കളൊക്കെ ഇങ്ങനെ വഴിയാധാരമായിട്ട് നടക്കുകയല്ലേ. അപ്പൊ അതിൻ്റെ ഒരു വിഷമമുണ്ട് നല്ലതുപോലെ. അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ കശ്യപ മഹർഷി പറഞ്ഞു, കുറച്ചൊരു ആത്മജ്ഞാനം കൊടുത്തു നോക്കാന്ന് വിചാരിച്ചു അതിഥിക്ക്. അപ്പൊ അതിഥിയോട് പറഞ്ഞു, ഈ മക്കളെന്നും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇതൊക്കെ എന്നൊക്കെ പറയുന്നത് വെറും മായയാണ്. ഈ ലോകത്തില് സുഖവും ദുഃഖവും എന്നൊക്കെ പറയുന്നത് ആപേക്ഷികമാണ്. നമുക്ക് ശരിക്കും വേണ്ടത് എന്താണ്? ആ ആത്മജ്ഞാനം, ആത്മജ്യോതി, ഇതൊക്കെയാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞു. എവിടെ? അതിഥിയുടെ ചെവിയിലേക്ക് ഇതൊന്നും പോകുന്നില്ല. പിന്നെ പറയാനുള്ളത് പറഞ്ഞു എന്നുള്ളതിന് കശ്യപ മഹർഷിക്ക് ഒരു സമാധാനം അല്ലേ. നമ്മളാണെങ്കിലും അങ്ങനെ പറയത്തില്ലേ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു, കേട്ടില്ല പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളും ഇങ്ങനെ വിചാരിക്കും. ബുദ്ധിയുള്ളവരാണെങ്കിൽ മനസ്സിലാക്കിയെടുക്കും. അപ്പൊ വിചാരിച്ചു, എന്നാ പിന്നെ ഒരു വഴി പറഞ്ഞു കൊടുക്കാം. അപ്പൊ അതിഥി, ഞാൻ നിനക്കൊരു വ്രതം പറഞ്ഞു തരാം. ഈ വ്രതം എനിക്ക് സന്താനലബ്ധി ഉണ്ടാകുന്നതിന് വേണ്ടി ബ്രഹ്മദേവൻ ഉപദേശിച്ചു തന്നതാണ്. പയോവ്രതം എന്നാണ് ഈ വ്രതത്തിന്റെ പേര്. വളരെ വിശദമായിട്ട് ഈ വ്രതം അനുഷ്ഠിക്കേണ്ട വിധമൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പാല് മാത്രമേ ഭക്ഷിക്കാവൂ. 12 ദിവസം വേണം ഇത് ചെയ്യാൻ. ഒരു പുരോഹിതൻ വേണം. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചെയ്യേണ്ട കാര്യങ്ങൾ മുഴുവൻ ഇതിനകത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി ഈ ഒരു വ്രതം അനുഷ്ഠിക്കുക, നിന്റെ മക്കള് രക്ഷപ്പെടും. ഭഗവാൻ ശ്രീ സത്യസായി ബാബ പറയും, എന്ത് പ്രവൃത്തി നമ്മൾ ചെയ്താലും അത് നമ്മുടെ അക്കൗണ്ടിലാണ് വീഴുക. നമ്മൾ ആഹാരം കഴിച്ചാൽ ആരുടെ വിശപ്പ് മാറുക? നമ്മുടെ വിശപ്പ് മാറും, വേറെ ആരുടെയും മാറില്ല അല്ലേ. അതുപോലെ നമ്മുടെ ഈ ജന്മത്തിലെ ഭർത്താവും ഈ ജന്മത്തിലെ മക്കളും ഈ ജന്മത്തിലെ അമ്മയൊക്കെയാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്താലും കഴിഞ്ഞ കുറേ ജന്മങ്ങളിലല്ലേ വരിക. നമുക്കൊറ്റ അക്കൗണ്ടാണ്, എല്ലാ ജന്മങ്ങളിലും ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കും. കുറേ പാപം അക്കൗണ്ടിലോട്ട് വീഴും, കുറേ പുണ്യം അക്കൗണ്ടിലോട്ട് വീഴും. അത് ഓരോ ജന്മങ്ങളിലും കണ്ടിന്യൂവേഷനാണ്. നമ്മൾ ഫിനാൻഷ്യൽ ഇയർ കഴിയുമ്പോൾ ക്യാരി ഓവർ ചെയ്യത്തില്ല, അടുത്ത വർഷം ഓപ്പണിംഗ് ബാലൻസ് തുടങ്ങുന്ന പോലെയാണ്. വീണ്ടും അടുത്ത ജന്മമാകുമ്പം ഇതെല്ലാം അങ്ങോട്ട് ക്യാരി ഓവർ ചെയ്തു. എന്തെല്ലാം കുരുത്തക്കേട് ചെയ്തിട്ടുണ്ടോ അതെല്ലാം അപ്പുറത്തോട്ട് വരും. നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും വരും. അതിനനുസരിച്ചാണ് നമ്മുടെ ഈ ജന്മം. അതായത് അർജുനൻ ഭഗവത്ഗീതയിൽ ചോദിക്കുന്നുണ്ട്, അല്ല ഭഗവാനെ, എൻ്റെ അടുത്ത ജന്മം എങ്ങനെയായിരിക്കും? ഈ ജന്മം ചെയ്ത എല്ലാം ഇവിടം കൊണ്ട് തീർന്നു പോവോ? അടുത്ത ജന്മം ഞാൻ ഒന്നേ തൊട്ടെല്ലാം തുടങ്ങണോ? അപ്പൊ പറയണം, അങ്ങനെയല്ല അർജുന, ഈ ജന്മത്തില് നീ എന്തെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടോ അതിനനുസരിച്ചായിരിക്കും നിനക്ക് അടുത്ത ജന്മം. അടുത്ത ജന്മം നീ ജനിക്കുമ്പോൾ നിന്റെ കഴുത്തിൽ അദൃശ്യമായിട്ടുള്ള ഒരു മാലയുണ്ട്. ഈ മാലയ്ക്ക് ഏതാണോ മണം അത് നിന്റെ കയ്യിലിരിപ്പനുസരിച്ചാണ്. ആ മാലയ്ക്ക് സുഗന്ധമാണെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ നീ കുറെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ മാലയ്ക്ക് സുഗന്ധമാണെന്നെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? നമ്മൾ കുറെ നല്ല കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്തിട്ടുണ്ട്. ദുർഗന്ധമാണെങ്കിലോ ഈ ജന്മം നല്ല കഷ്ടപ്പാടായിരിക്കും, കഴിഞ്ഞ ജന്മത്തിൽ എന്തൊക്കെയോ ഒക്കെ കുരുത്തക്കേട് കാണിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനനുസരിച്ചായിരിക്കും നമ്മളുടെ കാര്യങ്ങൾ പോവുക. അതുകൊണ്ടാണ് ചിദാനന്ദപുരി സ്വാമിജി പറയും, നമ്മളെപ്പോഴും വീടിന്റെ മുൻപില് ഗുരുവായൂരപ്പൻ എൻ്റെ വീടിന്റെ ഐശ്വര്യം, ചക്കുളത്തുകാവിലമ്മ എൻ്റെ വീടിന്റെ ഐശ്വര്യം എന്നൊക്കെ എഴുതും. സ്വാമി പറഞ്ഞു, ഇങ്ങനെ ഒന്നുമല്ല എഴുതേണ്ടത്. എന്താ എഴുതണ്ടേ? എൻ്റെ കയ്യിലിരിപ്പ് എൻ്റെ വീടിന്റെ ഐശ്വര്യം. നമ്മുടെ കയ്യിലിരിപ്പ് അനുസരിച്ചല്ലേ നമുക്ക് ഓരോന്ന് വരുന്നു പെടുക. എന്ത് വന്നാലും അത് നമ്മുടെ കയ്യിലിരിപ്പ് അനുസരിച്ചാണ്. അപ്പൊ അർജുനോട് പറയാണ്, കഴിഞ്ഞ ജന്മത്തിൽ അർജുന നീ കുറെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത ജന്മം ഭഗവത് ഭജനം ചെയ്യാനൊക്കെ സാധിക്കുന്ന ഒരു ഗൃഹത്തിൽ ഒരു സ്ത്രീയുടെ ഗർഭത്തിൽ പോയി സ്ഥാനം പിടിക്കും. അപ്പൊ നമുക്കിവിടെയൊക്കെ വന്നിരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാ? എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് നല്ല കാര്യങ്ങൾ. ഇല്ലെങ്കിൽ ക്ഷേത്രം എന്ന് പറയുന്ന ഭൂമിയിൽ കാലുകുത്താൻ പറ്റില്ല, നാരായണ എന്നുള്ള വാക്ക് കേൾക്കാൻ നമുക്ക് സാധിക്കില്ല. അപ്പൊ പൂർവ്വജന്മത്തിൽ ചെയ്തത് കൊണ്ടാണ്.
പക്ഷെ നമ്മളെ കളിയാക്കുന്ന ഒത്തിരി പേരില്ലേ? എപ്പം നോക്കിയാലും അമ്പലം നിരങ്ങി, അമ്പലവാസി അല്ലേ? ഈ പറയുന്നവരൊക്കെ കുറേ ജന്മമൊക്കെ കഴിയുമ്പോൾ ഇതുപോലെ വന്നിരിക്കും ഇവിടെ. കാരണം ഈ റൂട്ട് കൂടെ അല്ലാതെ പോകാൻ പറ്റില്ല. നമ്മൾ പക്ഷെ അവരെ പരിഹസിക്കണ്ട. ഭഗവത് കൃപ കൊണ്ട് നമ്മള് തെരഞ്ഞെടുക്കപ്പെട്ടു. പക്ഷെ ഇത് നമ്മളുടെ കേമത്തരം കൊണ്ടാന്ന് വിചാരിക്കരുത്. ഭാഗവത്തിലെ രാസക്രീഡയില് പറയുന്നുണ്ട്, രാസക്രീഡയ്ക്ക് മുമ്പായിട്ട് ഭഗവാൻ എല്ലാ ഗോപികമാരുടെ കൂടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഗോപികമാർക്ക് കുറെ നേരം കഴിഞ്ഞപ്പോ തോന്നി, ഓ കൃഷ്ണൻ എന്നോടാ ഇഷ്ടം. ഓരോ ഗോപികമാർക്കും തോന്നി. സൂക്ഷ്മമായിട്ട് അവരുടെ മനസ്സിൽ അഹങ്കാരം വന്നപ്പം ഭഗവാൻ എല്ലാരെയും ഇട്ടിട്ട് അഹങ്കാരം തോന്നാത്ത ഒറ്റ ഗോപിയുടെ കൂടെ സ്ഥലം വിട്ടു. അത് രാധാദേവിയാണെന്നാണ് പറയുന്നത്. കുറെ കഴിഞ്ഞപ്പോൾ രാധാദേവിയോടുകൂടി ഭഗവാൻ നിറയെ സമയമൊക്കെ ചെലവഴിച്ചു. രാധാദേവിയുടെ തലയിൽ പൂക്കളും മാലകളൊക്കെ വെച്ചു കൊടുത്തു, സന്തോഷിപ്പിച്ചുകൊണ്ടിരുന്നപ്പം രാധാദേവിക്ക് ചെറിയൊരു അഹങ്കാരം. കൃഷ്ണന് എന്നെ തന്നെയാണ് ഇഷ്ടം, എന്നാലും എല്ലാരെയും വിട്ടിട്ട് എൻ്റെ കൂടെയല്ലേ വന്നത്. അപ്പൊ കൃഷ്ണനോട് പറഞ്ഞു, കൃഷ്ണ എൻ്റെ ശരീരമൊക്കെ നന്നായിട്ട് വേദനിക്കുന്നുണ്ട്, ഇനി കൃഷ്ണന്റെ കൂടെ ഞാൻ വരണമെങ്കിൽ എന്നെ ചുമലിലെടുക്കണം, അല്ലാതെ പറ്റില്ല. കൃഷ്ണൻ പറഞ്ഞു, അതിനെന്താ? ചുമല് കാണിച്ചു കൊടുത്തു. കേറാൻ തുടങ്ങിയപ്പോഴത്തേക്കും കൃഷ്ണനെ കാണുന്നില്ല. നിലവിളിച്ച് അപ്പൊ തന്നെ ബോധം കെട്ട് വീണു. കുറെ കഴിഞ്ഞ് മറ്റേ ഗോപികമാരൊക്കെ കൃഷ്ണ കൃഷ്ണ എന്ന് വിളിച്ചു വരുമ്പോണ്ട് ദാ ഇവിടെ കിടക്കുന്നു ഗോപി. ശുശ്രൂഷിച്ച് ബോധമൊക്കെ വന്നപ്പോ രാധാദേവി പറയുന്നതാണ്, ഒരു കാര്യം എനിക്കിവിടെ മനസ്സിലായി, നമ്മൾ എത്ര ശ്രമിച്ചാലും നമുക്ക് ഭഗവാനെ കിട്ടില്ല അൺലെസ് ആൻഡ് അൺടിൽ. എപ്പോഴാ നമ്മൾ പറയുന്നത്? ഭഗവാന്റെ കാരുണ്യം നമ്മളിലേക്ക് വന്നില്ലെങ്കിൽ, ഭഗവാൻ വിചാരിച്ചില്ലെങ്കിൽ, ഭഗവാന്റെ കൃപയില്ലെങ്കിൽ അത് നമ്മളിലേക്ക് എത്തില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവരൊക്കെ മോശക്കാരാന്ന് വിചാരിക്കണ്ട. എല്ലാവരും ഏതെങ്കിലും ഒരു ജന്മത്തിൽ ഇങ്ങോട്ട് വരും. നമുക്കിപ്പോ റൂട്ട് ക്ലിയറായി. അർജുനെ പോലെ എല്ലാരും അർജുനെ കളിയാക്കി കാലിച്ചക്കന്റെ പുറകെ നടന്നു എന്ന്. എപ്പോഴാണോ ഭഗവാനാന്ന് മനസ്സിലായത്, ഇടം വല്ല നോക്കാതെ സ്ഥലം വിട്ടതുപോലെ നമുക്കിത് മനസ്സിലായെങ്കിൽ, ഇതിലാണ് ആനന്ദം കിട്ടുന്നതെങ്കിൽ നമ്മൾ ശരിയായ വഴിയിലാണ്. ശരീരം രഥമേവച്ച, അല്ലേ? ഈ ശരീരത്തിനുള്ളിലാണ് ഭഗവാൻ. അപ്പൊ നമുക്ക് ആ ആഹ്ലാദം കിട്ടുന്നുണ്ടെങ്കിൽ ഉള്ളിലുള്ള ഭഗവാനാണ് സന്തോഷിക്കുന്നത്. ക്ഷേത്രത്തിൽ വന്നിരിക്കുമ്പോഴും ഭഗവത് കാര്യങ്ങൾ കേൾക്കുമ്പോഴാണ് സന്തോഷം തോന്നുമെങ്കിൽ അപ്പൊ എന്ത് ചെയ്യണം? ഏട്ടം വല നോക്കാതെ വെച്ചങ്ങ് പൊയ്ക്കോണം. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം? ഈ ജന്മത്തിൽ തന്നെ നമ്മൾ ആ മുക്തി അടയാനൊന്ന് നോക്കുക. മോക്ഷം പോലും ആഗ്രഹിക്കരുതെന്നാ പറയുന്നത്. പക്ഷെ ഈ ജന്മത്തിൽ മോക്ഷം കിട്ടിയില്ലെങ്കിലുള്ള പ്രശ്നം എന്താ? ഇനിയും ജനിച്ച് ഇനിയും LKG പോയിരുന്ന് വീണ്ടും ഈ തറാപന ഒക്കെ പഠിക്കണം. 10ാം ക്ലാസ് ആകുമ്പോൾ വീട്ടുകാരുടെ ബഹളം, A+, അത് ഇത്, നീറ്റ്, മെഡിസിൻ, എഞ്ചിനീയറിങ്, എൻട്രൻസ്, എന്തൊക്കെ പൊല്ലാപ്പ അല്ലേ? അപ്പൊ എന്താണ്? ആ ഭഗവാനിലോട്ട് തന്നെ ആ ജീവാത്മാ പരമാത്മാ ലയം, അതാണ് ഏറ്റവും നല്ലത്. അപ്പൊ എന്ത് ചെയ്യണം? അതിനായിട്ട് കഴിയുന്നതും ഭഗവത് കാര്യങ്ങള് ചെയ്യുക. അപ്പൊ ഈ ജന്മത്തിൽ തന്നെ നല്ലതൊക്കെ ചെയ്യാന്ന് പറയാ. പക്ഷെ ഭഗവാൻ ശ്രീ സത്യസായി ബാബ പറയുന്നു, നമ്മൾ ചെയ്താലാണ് നമുക്കുള്ളതെങ്കിൽ പോലും അമ്മ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഫലമുണ്ട് എന്ന്. അതാണ് അതിഥി ദേവി അല്ലെ? പാർവതി ദേവി സ്കന്ദന് വേണ്ടി എത്ര പ്രാർത്ഥിച്ചു അല്ലെ? ബ്രഹ്മാവിനോട് ഓങ്കാരത്തിന്റെ അർത്ഥം പറഞ്ഞു തരാൻ പറഞ്ഞപ്പോ ബ്രഹ്മദേവൻ വളരെ ലളിതമായിട്ടൊന്നും അങ്ങ് പറഞ്ഞു കൊടുത്തു. ദേഷ്യം വന്നു. അപ്പൊ തന്നെ ബ്രഹ്മദേവനെ അങ്ങ് ഇല്ലാതെയാക്കാനുള്ള ഭാവത്തിൽ ബ്രഹ്മദേവനോട് ദേഷ്യപ്പെട്ടു. പിന്നെയാണ് താൻ ചെയ്തത് തെറ്റാണല്ലോ എന്ന് വിചാരിച്ചപ്പോ സ്വയം സർപ്പത്തിന്റെ രൂപം എടുത്തു. പാർവതീദേവി വിചാരിച്ചു, എന്നാൽ എൻ്റെ മോൻ ഈ രൂപമാണല്ലോ. പാർവതീദേവി തൻ്റെ മോനെ രൂപം കിട്ടാൻ വേണ്ടിയിട്ട് ഷഷ്ടി വ്രതം ആചരിച്ചു അല്ലെ? എത്രയോ വ്രതങ്ങൾ നമുക്കറിയാം. അപ്പൊ അമ്മമാര് കുട്ടികൾക്ക് വേണ്ടി നേർന്നാൽ അതിന് ഫലമുണ്ട്. നമ്മൾ ശരിക്കും ഈ ഭാഗം പഠിച്ചു വരുമ്പോ ഇങ്ങനെ കഥ കേട്ടങ്ങ് പോയാൽ പോരാ. അതിന്റെ ഓരോ വരിക്കിടയിൽ നിന്നും ഈ കഥയൊക്കെ വാമനാവതാരം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം അല്ലേ? പക്ഷെ അതിനുള്ളിൽ നിന്ന് ആചാര്യന്മാർ എന്ത് തത്വമാണോ നമ്മളോട് പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അത് പിടിച്ചെടുക്കണം. അപ്പൊ ഇവിടെ പറയുന്നു, മക്കൾക്ക് വേണ്ടി അതിഥി ആ വ്രതം അനുഷ്ഠിച്ചു. ആ വ്രതത്തിന്റെ പരിപൂർണമായിട്ടുള്ള അവസ്ഥയില് ഭഗവാൻ അതിഥി ദേവിയുടെ മുന്നില് കോടി സൂര്യ സമപ്രഭനായിട്ട് പ്രത്യക്ഷപ്പെട്ടു. അതിദേവി ദേവിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അത്ര സന്തോഷം. വേഗം ഭഗവാനെ നമസ്കരിച്ചു. ആ കണ്ണിൽ നിന്ന് അശ്രുക്കൾ ഇങ്ങനെ ധാരധാരയായിട്ട് ഒഴുകാണ്. തൊണ്ടയിലൊക്കെ വെള്ളം വറ്റി. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഒന്നും പറയാൻ നാവ് പൊന്തുന്നില്ല. പിന്നെ ഒരു തരത്തില് ശക്തി സംഭരിച്ച് ആ അതിഥി ദേവി ഭഗവാനെ സ്തുതിക്കുകയാണ്. വളരെ മനോഹരമായിട്ടുള്ള അതിഥി ദേവിയുടെ സ്തുതി. ആ സ്തുതിയെല്ലാം കഴിഞ്ഞപ്പോ ഭഗവാൻ ചോദിച്ചു, അതിഥി എന്താ വേണ്ടത് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, എൻ്റെ മക്കള് ഇങ്ങനെ വലിയ കഷ്ടപ്പാടിലാണ്,
അവരുടെ ഈ പ്രശ്നങ്ങളിൽ നിന്ന് എല്ലാവരെയും ഒന്ന് കരകയറ്റി തരണം. അപ്പൊ പറഞ്ഞു, ഞാൻ തന്നെ നിന്റെ കുടുംബത്തില് ഭഗവാനായിട്ട്, അല്ലെങ്കിൽ ഭഗവാൻ അവതാരമെടുക്കും, പുത്രനായിട്ട് ഞാൻ തന്നെ അവതാരമെടുക്കും. ഇതിൽ പരം വല്ല ഭാഗ്യമുണ്ടോ? അതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുന്ന അതിഥിക്ക് മനസ്സിലായി. ഇതേ സമയം ഇന്ദ്രസേനൻ എന്ത് ചെയ്യാണ്? യാഗങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ അശ്വമേധ യാഗങ്ങള് ഇങ്ങനെ ചെയ്യാണ്. അവസാനം ആചാര്യന്മാര് പറഞ്ഞു, വിശ്വജിത്ത് എന്ന് പറയുന്ന ഒരു യാഗം ചെയ്യുക. അതിന്റെ പേരിൽ തന്നെ ഉണ്ട് വിശ്വജിത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വം മുഴുവൻ ജയിക്കണം. വിശ്വം എന്ന് പറഞ്ഞാൽ എന്താ? വിഷ്ണു സഹസ്രനാമം തുടങ്ങുന്നത് എങ്ങനെയാ? വിശ്വം വിശ്വം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി, പിന്നെ അവിടെ ഒന്നും ഇല്ല. അപ്പൊ അതുപോലെ ജയിക്കേണ്ട ഒരു യാഗം, ഏകാഹം ആണ് അത്. സോമയാഗത്തിൽ പെട്ട ഒരു യാഗമാണിത്. അപ്പൊ ഈ യാഗം ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അപ്പൊ അതിനു വേണ്ട ഒരുക്കങ്ങളെല്ലാം ചെയ്ത് യാഗങ്ങളും ഇതെല്ലാം ശരിയാക്കി. അപ്പൊ ആ സമയത്താണ് കശ്യപ മഹർഷിക്ക് തന്റെ ഉള്ളിലേക്ക്, തന്റെ ഹൃദയത്തിലേക്ക് ഭഗവത് ചൈതന്യം പ്രവേശിച്ചു എന്ന് മനസ്സിലായത്. ആ ചൈതന്യത്തെ അതിഥി ദേവിയുടെ ഗർഭത്തിലേക്ക് സംക്രമിപ്പിച്ചു. അങ്ങനെ ഒരു ശ്രാവണ മാസത്തില് ദ്വാദശി തിഥിയിൽ തിരുവോണ നക്ഷത്രത്തിൽ, അല്ലെ, ആവണിയാണ് ഓണമായി മാറിയത്. ആവണി നക്ഷത്രത്തിൽ വിജയ എന്ന് പറയുന്ന ആ മുഹൂർത്തത്തില് ഭഗവാൻ അവതരിച്ചു. ഭഗവാൻ ശരിക്ക് ശംഖചക്രധാരിയായിട്ട് തന്നെയാണ് അതിഥിക്കും കശ്യപനും ദർശനം കൊടുത്തത്. ആ രൂപത്തിൽ തന്നെ ആ ഭഗവാനെ വീണ്ടും കാണാനുള്ള ഭാഗ്യം എത്ര സുഹൃതം ചെയ്തിട്ടുണ്ടായിരിക്കണം, അല്ലേ? ആദ്യം ഒന്ന് തപസ് ചെയ്തപ്പോൾ ഭഗവത് ദർശനം കിട്ടി. ഇപ്പം മകനായിട്ടും. പക്ഷെ വേഗം ഭഗവാൻ തന്റെ സ്വരൂപത്തെ മറച്ചിട്ട് പൊക്കം കുറഞ്ഞ ഒരു ബ്രഹ്മചാരിയുടെ രൂപമെടുത്തു. അത്യാവശ്യം വളർച്ചയൊക്കെയുള്ള ഒരു ബ്രഹ്മചാരിയുടെ രൂപമെടുത്തു. ബ്രഹ്മചാരിയാണെങ്കിൽ ഇനി എന്ത് വേണം? ഉപനയനമൊക്കെ നടത്തണം. അപ്പൊ എന്ത് ചെയ്തു? ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതി അതിനുള്ള യജ്ഞോപവീതമൊക്കെ കൊടുത്തു. അതുപോലെ മരത്തോല്, ഈ മാനിന്റെ തോലൊക്കെ ഇല്ലേ, അതൊക്കെ ഭൂമിദേവി കൊടുത്തു. ഓരോരുത്തരായിട്ട് ഓരോ സാധനങ്ങളായിട്ട് കൊടുത്തു. ബ്രഹ്മദേവൻ കമണ്ഡലു കൊടുത്തു, സരസ്വതി ദേവി ജപമാല കൊടുത്തു. അങ്ങനെ ഓരോരുത്തരായിട്ട് കൊടുത്തു. സൂര്യദേവൻ തന്നെ ഗായത്രി ഉപദേശിച്ചു. കശ്യപ മഹർഷി ആ ഉപനയനം നടത്തിവെച്ചു. ആദ്യത്തെ ഭിക്ഷ കൊടുത്തത് പാർവതീ ദേവിയാണ്. അങ്ങനെ വളരെ ഭംഗിയായിട്ട് ആ ബ്രഹ്മചാരിയുടെ ഉപനയനമെല്ലാം നടന്നു. അതിനുശേഷം എന്താണ്? ഈ അവതാരത്തിനൊരു പ്രത്യേക ലക്ഷ്യമുണ്ട്. ശരിക്കു പറഞ്ഞാല് ദശാവതാരങ്ങളിൽ മനുഷ്യരൂപത്തിലുള്ള ആദ്യത്തെ അവതാരാണ്, അല്ലേ? മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം. ശരിക്കും മനുഷ്യരൂപത്തിൽ എന്ന് പറഞ്ഞാലുള്ള ആദ്യത്തെ അവതാരാണ്. അപ്പൊ 100 കോടി സൂര്യന്മാരുടെ ആ പ്രഭയോടുകൂടി നേരെ യജ്ഞവേദിയിലേക്ക് പോവുകയാണ്. പക്ഷെ അപ്പൊ എന്താ സംഭവിച്ചേ? ഭൂമി കിടന്ന് ഇളകി മറിയാൻ തുടങ്ങി, ക്ഷോഭിക്കാൻ തുടങ്ങി. പർവ്വതങ്ങളും സമുദ്രങ്ങളും എല്ലാം ക്ഷുഭിതമാകാൻ തുടങ്ങി. ഉടനെ ഇന്ദ്രസേനൻ ഓടി വന്ന് ശുക്രാചാര്യോട് ചോദിച്ചു, ഇതെന്താ ഇവിടെ സംഭവിക്കുന്നത്? ഇതെല്ലാം ശോഭിക്കുന്നല്ലോ, എന്താ കാരണം? അപ്പൊ പറഞ്ഞു, ഭൂമി ദേവിയെ സൃഷ്ടിച്ചതുപോലും ഭഗവാനാണ്. അപ്പൊ ആ ഭഗവാന്റെ ഭാരം താങ്ങാൻ ഭൂമി ദേവിക്ക് സാധിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ആ ഭഗവാൻ ഇങ്ങനെ എഴുന്നള്ളുന്ന ശ്രീഹരി എഴുന്നള്ളതിന്റെ ഭാഗമാണ്. അപ്പൊ ശുക്രാചാര്യ പറഞ്ഞു, എന്തിനാണ് ശ്രീഹരി എഴുന്നള്ളുന്നതെന്നറിയാവോ? അങ്ങിവിടെ ധാരാളം യാഗങ്ങൾ നടത്തി. ഈ യാഗത്തിന്റെ ഭാഗം, യജ്ഞഭാഗം ശരിക്കും ആർക്കാണ് കൊടുക്കേണ്ടത്? ദേവന്മാർക്കാണ് കൊടുക്കേണ്ടത്. അങ്ങ് ആർക്കാണ് കൊടുക്കുന്നത്? അത് മുഴുവൻ അസുരന്മാർക്കാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് തീർപ്പാക്കാൻ വേണ്ടി ശ്രീഹരി വരികയാണ്. പക്ഷെ ഒരു കാര്യം ചെയ്യണം, ശ്രീഹരി എന്ത് ചോദിച്ചാലും അയ്യോ തന്നെ കൊണ്ട് അതൊന്നും സാധ്യമാകില്ല എന്ന് പറഞ്ഞേക്കണം എന്ന് പറഞ്ഞു. ഇന്ദ്രസേനൻ പറഞ്ഞു, ശ്രീഹരി എന്റെ അടുക്കലോട്ട് വരുമ്പോ സാധാരണക്കാര് ചോദിച്ചാൽ പോലും ഞാൻ എനിക്കൊന്നും കൊടുക്കാൻ പറ്റില്ല എന്ന് പറയാറില്ല. പിന്നെ ശ്രീഹരി എന്റെ അടുക്കലേക്ക് വരുമ്പോ കൊടുക്കാൻ സാധിക്കില്ല എന്ന് പറയാൻ പറ്റുമോ? പിന്നെ ശ്രീഹരി എന്നോടെന്തെങ്കിലും ചോദിക്കാൻ വരിക എന്ന് പറയുന്നതിന് എനിക്കൊരു പെരുമയല്ലേ, അല്ലേ? ഭഗവാൻ നമ്മുടെ അടുക്കൽ ഒരു കാര്യം ചോദിക്കാൻ വരിക എന്ന് പറയുന്നത് അതൊരു ചെറിയ കാര്യമല്ലല്ലോ. പിന്നെ ഹവിർഭാഗം ഞാനിനി അസുരന്മാർക്കാണ് കൊടുക്കുന്നത്. അതിന്റെ ക്രോധത്തിലാണ് ഭഗവാൻ എന്നെ വധിക്കാനാണ് വരുന്നതെങ്കിൽ ആ എന്നെ എങ്ങനെയാണ് വധിക്കുന്നത്? ആ സംഭവമൊക്കെ എങ്ങനെയാണ് നടപ്പാക്കുന്നത്? അത് കാണാൻ എനിക്കൊരു താല്പര്യമുണ്ട്. എങ്ങനെയുണ്ട്, അല്ലെ? ഒരു കുലുക്കവും ഇല്ല ഇന്ദ്രസേനന്. ഇതൊന്നും നടപ്പാക്കാൻ പോകുന്ന വിധം അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു.
ശുക്രാചാര്യനാണെങ്കിൽ അന്തിച്ച് നിൽക്കുകയാണ്, പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല. ഇതേ സമയം ആ യജ്ഞവേദിയിലേക്ക് സൂര്യൻ ഉദിച്ചതുപോലെ വരികയാണ്. എല്ലാവരും എഴുന്നേറ്റ് നമസ്കരിച്ചു. ഇപ്പൊ നമ്മൾ ഓർക്കുക, ഈ സമയത്ത് ഈ യജ്ഞവേദിയിലേക്ക് ആ വാമനമൂർത്തി എഴുന്നള്ളുന്നതായിട്ട് മനസ്സിൽ നമ്മൾ സങ്കല്പിക്കുക. ശരിക്കും നമ്മൾ മനസ്സിൽ ആ ഭാവത്തോടുകൂടി യദ്ഭാവം തദ്ഭവതി എന്നാണല്ലേ, നമ്മളത് അതുപോലെ ചിന്തിച്ചാൽ ആ വാമനമൂർത്തി ഇവിടെ അവതരിക്കും. അപ്പൊ ആ യജ്ഞവേദിയിലേക്ക് വരുന്നു, എല്ലാവരും എഴുന്നേറ്റ് തൊഴുന്നു. അപ്പോൾ എന്ത് ചെയ്തു? ആ ഇന്ദ്രസേനൻ വേഗം സ്വീകരിച്ച് ആസനമൊക്കെ കൊടുത്തു, വളരെയധികം ശുശ്രൂഷയൊക്കെ ചെയ്തു, അർഘ്യമൊക്കെ കൊടുത്തു, ഒരു കുശല പ്രശ്നമൊക്കെ ചെയ്തു. അതിനുശേഷം ചോദിച്ചു, അങ്ങേക്ക് എന്താണ് വേണ്ടത്? കാരണം യാഗം ചെയ്താൽ എന്ത് ചെയ്യണം? ദാനം ചെയ്യണം. യാഗത്തിന്റെ ഒരു ഭാഗമാണ് ഈ ദാനം എന്ന് പറയുന്നത്. അപ്പൊ ചോദിച്ചു, അങ്ങേക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, എനിക്ക് എവിടെയെങ്കിലും ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കണം, അതിന് ഒരു 3 അടി മണ്ണ് വേണം. ഇത് കേട്ടപ്പോ ഇന്ദ്രസേനൻ ചോദിച്ചു, 3 അടി മണ്ണോ? എന്നോട് ചോദിക്കുന്ന ഒരാള് പിന്നെ വേറെ എവിടെയെങ്കിലും പോയി ആരോടെങ്കിലും എന്തെങ്കിലും ചോദിക്കാൻ ഇടവരരുത്. അതാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് നമ്മൾ പറയില്ലേ, ഈ രാജാവിനോടൊക്കെ പോയിട്ട് 10 പാവയ്ക്ക എന്ന് തോരനുണ്ടാക്കാൻ വേണമെന്ന് ചോദിക്കുവോ? രാജാവിനോട് ചോദിക്കുമ്പോൾ രാജാവിനോട് ചോദിക്കേണ്ട രീതിയിൽ നമ്മൾ ചോദിക്കണം. പക്ഷെ ഇവിടെ ചോദിച്ചെന്താണ്? 3 അടി മണ്ണ് വേണം. അപ്പൊ പറഞ്ഞു, ഇഷ്ടമുള്ളത് ചോദിച്ചോളൂ. ഇവിടെയാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങള് മഹാബലിയുടെ കാര്യത്തിൽ വന്നത്. കാര്യം പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനിയാണെങ്കിലും ഞാൻ പറഞ്ഞില്ലേ, ഈ ജ്ഞാനെന്ന് പറയുന്നത് മറയപ്പെടുന്ന ഒന്നാണ്, തിരോഭവിക്കുന്ന ഒന്നാണ്. ചില സമയങ്ങളില് മഹാബലിയില് അല്ലെങ്കിൽ ഇന്ദ്രസേനില് ചെറിയ അഹങ്കാരം വന്നു. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് വിചാരിക്കണം എന്തുകൊണ്ട് ഇന്ദ്രസേനൻ ഇതൊക്കെ സംഭവിച്ചു എന്ന്. അപ്പൊ ഈ അഹങ്കാരം എവിടെയൊക്കെ സംഭവിച്ചു ഇന്ദ്രസേനന്? ഒന്ന്, ഈ യാഗം ചെയ്യുന്നതിന് മുമ്പായിട്ട് മുത്തച്ഛനായിട്ട് പ്രഹ്ലാദന്റെ ഒന്ന് നമസ്കരിക്കണം. നമ്മൾ വീട്ടിൽ അങ്ങനെയല്ലേ, കല്യാണമൊക്കെ വരുമ്പോൾ നമ്മൾ എല്ലാവരെയും പോയി ബന്ധുക്കളെയൊക്കെ പോയി നമസ്കരിക്കില്ലേ, അവരുടെ വീടുകളിലൊക്കെ പോയി വസ്ത്രമൊക്കെ കൊടുത്ത് അവരെയൊക്കെ നമസ്കരിക്കും. അപ്പൊ വിചാരിച്ചു, എന്നാ കാട്ടിൽ തപസ് ചെയ്യുന്നുണ്ട്, മുത്തച്ഛനെ ഒന്ന് പോയി കാണാം. അപ്പൊ മുത്തച്ഛന്റെ അടുക്കൽ പോയപ്പോ ഒത്തിരി കാലം കൂടി കാണുകയല്ലേ. അപ്പൊ ആ കുട്ടാ നീ എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് പറയും? നമ്മളാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, എനിക്ക് ഇത്രയുണ്ട്, ഇത്ര സ്വത്തുണ്ട്, അല്ലേ, ഇതൊക്കെ നമ്മൾ പറയും ചിലപ്പോ. അപ്പൊ അതുപോലെ കുറച്ച് ആ ആസുരഭാവം ഉണ്ടല്ലോ കയ്യില്. അപ്പൊ ആ രീതിയിൽ പറഞ്ഞിട്ട് പറഞ്ഞു, ഈ ത്രിലോകങ്ങളും ഞാൻ എൻ്റെ കയ്യൂക്കൊണ്ട് നേടിയെടുത്തതാണ് എന്ന്. ഭഗവാന്റെ ലീല കൊണ്ട്, അല്ലെങ്കിൽ തൻ്റെ ശ്വാസം പോലും ആ ഭഗവാന്റെ ദാനമാണ് എന്ന് വിചാരിക്കുന്ന പ്രഹ്ലാദനോടാണ് പോയി പറഞ്ഞത്, ഈ ത്രിലോകങ്ങൾ എൻ്റെ കയ്യൂക്കൊണ്ട് ഞാൻ നേടിയെടുത്തതാണ്. അപ്പൊ അന്ന് പ്രഹ്ലാദൻ മനംനൊന്ത് ശപിച്ചു, നീ നിന്റെ കയ്യൂക്കൊണ്ട് നേടിയെടുത്തു എന്ന് വിചാരിക്കുന്നതെല്ലാം യഥാർത്ഥത്തിൽ ആരാണോ നിനക്ക് തന്നത് അവനാൽ തന്നെ തിരിച്ചെടുക്കപ്പെടട്ടെ എന്ന്. പിന്നെ ഇടയ്ക്ക് ജ്ഞാനികളെ ഒന്ന് ബഹുമാനിക്കുന്നത് കുറയ്ക്കും, അവരെ അപമാനിക്കും. ജ്ഞാനത്തിന്റെ ദേവതയായ സരസ്വതീ ദേവിയും ഇന്ദ്രസേനനെ ശപിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ചില ശാപങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അഹങ്കാരം സൂക്ഷ്മമായിട്ട് തലപൊക്കി. എത്ര നമ്മൾ വിചാരിച്ചാലും എന്ത് കാര്യവും സൂക്ഷ്മമായിട്ട് പോകുമ്പോഴാണ് അതിന്റെ ദോഷം കൂടുതൽ. അപ്പൊ നമ്മൾ ആരെപ്പറ്റിയെങ്കിലും കുറ്റം പറയുക. അപ്പൊ കുറ്റം പറയുന്നതിന് പകരം നമ്മൾ മനസ്സിൽ വിചാരിച്ചു, അപ്പൊ നമ്മൾ എന്ത് പറയും? ഞാനിപ്പോ അതാരോടും പറഞ്ഞില്ലോ, അയാളോടും പറഞ്ഞില്ല, വേറെ ആരോടും പറഞ്ഞില്ല, ഞാൻ മനസ്സിൽ വിചാരിച്ചതല്ലേ ഉള്ളൂ. അതിനാണ് ദോഷം കൂടുതൽ. സൂക്ഷ്മമാകും തോറും ദോഷം കൂടും. അപ്പൊ ഈ അഹങ്കാരം വളരെ സൂക്ഷ്മമായിട്ട് വരുന്ന ഒന്നാണ്. അപ്പൊ ഇവിടെ ഗോപികമാർക്ക് വന്നതുപോലെ തന്നെ ഇന്ദ്രസേനനും ആ അഹങ്കാരം വരാൻ തുടങ്ങി. പക്ഷേ അഹങ്കാരത്തിന്റെ മൂർധന്യാവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? നാശമാണ്. വേറൊന്ന്, നമ്മൾ അസുരന്മാരുടെ എല്ലാവരുടെ ജീവചരിത്രം കണ്ടാ അറിയാം. പക്ഷേ ഇന്ദ്രസേനന് നാശം ഉണ്ടാകാൻ പാടില്ല. പ്രഹ്ലാദന് ഭഗവാൻ പണ്ടേ വാക്ക് കൊടുത്തിട്ടുണ്ട്, നിന്റെ മുകളിലേക്കും താഴേക്കുള്ള 7 തലമുറകളെ സംരക്ഷിച്ചോളാന്ന്. ഇപ്പൊ അത്രയൊക്കെ ആയോ? അത്രയൊന്നും ആയിട്ടില്ല. മകന്റെ മകനാണ്, പേരക്കുട്ടിയാണ്. അപ്പം സംരക്ഷിക്കണം. എന്താണ്? ഇന്ദ്രസേനന് നാശം ഉണ്ടാകാൻ പാടില്ല, രക്ഷിക്കണം. അതിനായിട്ടാണ് കൃപാലുവായിട്ടുള്ള ഭഗവാൻ ശരിക്കും പറഞ്ഞാല് അവിടെ എഴുന്നള്ളിയിരിക്കുന്നത്. അപ്പൊ ഇവിടെയും ചോദിക്കുന്ന എന്താണ്? എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ, തരാന്ന്. അങ്ങനെ ചോദിക്കാവോ? എന്തും കൊടുക്കാൻ പറ്റുന്ന ആർക്കാ? ഭഗവാന് മാത്രമേ ഉള്ളൂ, അല്ലേ? എൻ്റെ കയ്യിലുള്ള എന്താന്ന് ചോദിച്ചാൽ, നമ്മളൊക്കെ ഇങ്ങനെ ആരോടെങ്കിലും ചോദിച്ചാലോ? നമ്മുടെ വീട്ടിലൊരു ഓടിക്കാറുണ്ട്,
നമ്മൾ ഒരാളോട് പറയാം എന്ത് വേണേലും ചോദിച്ചു, അയാൾ പറയാം ആ ഓടിക്കാർ വേണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും നമ്മള്, അല്ലേ? അപ്പൊ നമ്മൾ സൂക്ഷിച്ചു കണ്ടേ നിൽക്കൂ, വെറുതെ വാക്ക് കൊടുക്കരുത് പറയും. മഹാഭാരതത്തില് ശ്രീകൃഷ്ണന്റെ ഏറ്റവും വലിയ തലവേദന ഇതാണ്. അർജുനനും യുധിഷ്ഠിരനും ഒക്കെ മാറി മാറി പ്രതിജ്ഞ ചെയ്യും, വാക്ക് കൊടുക്കും. പിന്നെ ഭഗവാൻ ഇതിന്റെ എല്ലാം പുറകെ നടക്കണം. അടുത്ത സൂര്യാസ്തമയത്തിന് മുമ്പ് ഞാൻ ഇന്നവനെ വധിക്കും. എന്നിട്ട് ഓടി വന്ന് ഭഗവാന്റെ കാലേ വീഴും. ഭഗവാൻ പറഞ്ഞ പിന്നെ ഭഗവാന് സൂര്യനെ മറയ്ക്കണം, പിന്നെ സൂര്യനെ തെളിക്കണം, അല്ലേ? മഹാഭാരതത്തിൽ കണ്ടിട്ടില്ലേ? അപ്പൊ ഭഗവാൻ ചോദിക്കുന്നത് എന്തിനാ ഈ പണിക്കൊക്കെ പോകുന്നത്, ഇങ്ങനെ എന്തിനാ നിങ്ങൾ പ്രതിജ്ഞ എടുക്കുന്നത്? അപ്പൊ ഇതുപോലെയാണ് മഹാബലി വാക്ക് കൊടുത്തത്, എന്തു വേണമെങ്കിലും ചോദിച്ചോളൂ ഞാൻ തരാന്ന്. അപ്പൊ ഭഗവാൻ വളരെ വലിയൊരു തത്വം പറയുന്നുണ്ട്. ഇന്ദ്രിയങ്ങൾക്ക് അധീനമായിട്ടുള്ളവർക്ക്, ഇന്ദ്രിയങ്ങൾക്ക് വശംവദരായിട്ടുള്ളവർക്ക് ഈ 3 ലോകത്തിലെയും എല്ലാ സാധനങ്ങളും കൊണ്ട് കൊടുത്താലും തൃപ്തിയാവില്ല. ഇനി ആ ഇന്ദ്രിയങ്ങൾക്ക് അടിമപ്പെടാത്തവർക്കോ എതിർച്ചയാ ലാഭ സന്തുഷ്ട, അവർക്ക് എന്താണോ ആ വന്നുപെടുന്നത് അതുകൊണ്ട് അവർ തൃപ്തിയാവും. അതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് എത്ര കിട്ടിയാലും തൃപ്തിയാവില്ല. ഇന്ദ്രിയങ്ങൾക്ക് അടിമകളായിരിക്കുന്നവർക്ക്. അതുകൊണ്ട് തനിക്കത് വേണ്ട, തനിക്ക് ഈ 3 അടി മണ്ണ് മാത്രം മതി എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്തു? ഇന്ദ്രസേനനൊന്ന് പുഞ്ചിരിച്ചു. പുഞ്ചിരിച്ചതിന് ശേഷം എന്താണെങ്കിലും ദാനം കൊടുക്കാൻ തയ്യാറായി. ആ ഭഗവാന്റെ വാമനമൂർത്തിയുടെ കയ്യിലേക്ക് ആ ദാനജലം ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം കാലൊക്കെ കഴുകി, ആ പാദമെല്ലാം കഴുകി, ദാനം കൊടുക്കുന്നതിന് ചിട്ടയുണ്ടല്ലോ, ആ ജലമെല്ലാം തളിച്ചു. പക്ഷെ ഇവിടെ ഞാൻ ഇതിനോടനുബന്ധിച്ച് കുറച്ച് കാര്യങ്ങളും കൂടെ ഒന്ന് പറയാൻ ശ്രമിക്കുകയാണ്. ഇടയ്ക്ക് കുറച്ച് വിവാദം ഉണ്ടായൊരു സംഭവമാണ് കാൽ കഴിച്ചൂട്ട്, അല്ലെ? പത്രത്തിലൊക്കെ വളരെ വിവാദം ഉണ്ടായില്ലേ? ഇവിടെ ഭഗവാന്റെ കാല് കഴുകുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് എന്താണ് ശരിക്കും പറഞ്ഞാൽ ഇതുകൊണ്ട് സംഗതി എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് നമ്മൾ ആളുകളുടെ, മഹാന്മാരുടെ, ആചാര്യന്മാരുടെ പാദം തൊട്ട് നമസ്കരിക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ കാലുകൊണ്ട് വേറൊരാളെ സ്പർശിക്കരുത് എന്ന് പറയുന്നത്? ഇതിനൊക്കെ പ്രധാന സാങ്കത്യമുണ്ട്. അതായത് നമ്മളുടെ ശരീരത്തിലെ ഊർജം ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുന്നത് എവിടെയാണോ അറ്റമുള്ളത് അതിൽ കൂടിയോ. ഒന്ന് കൈകളുടെ അറ്റം, മുഖത്തിലൂടെ, പിന്നെ ഒന്ന് കാലിലൂടെ, അല്ലേ? എല്ലാ എഡ്ജല്ലേ, അറ്റമാണ്. ഏറ്റവും കൂടുതൽ ഊർജം പോകുന്നത് കാലിലൂടെയാണ്. ഈ ഊർജം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ചിലരില് ആ പോസിറ്റീവായിട്ടുള്ള ഊർജം വളരെ കൂടും. നമ്മൾ ഈ ഊർജത്തിന് പറയുന്ന പേരാണ് ചൈതന്യം, അല്ലേ? നമ്മൾ പറയുന്ന പേരാണ്. ഈ ചൈതന്യം, തപശക്തി സാധകരിൽ വളരെ കൂടുതലായിരിക്കും. അപ്പൊ എന്താണ്, നമ്മൾ അവരെ പോയി പാദത്തിൽ തൊട്ട് നമസ്കരിക്കുമ്പോൾ ആ ഊർജം നമ്മളിലേക്കും സംക്രമിക്കും, അല്ലെ? നമ്മൾ കൈ കൊണ്ടാ തൊടുന്നത്, നമ്മുടെ കൈയുടെ അറ്റം കൊണ്ട്. നമ്മൾ നമ്മുടെ കാലുകൊണ്ടാണോ അവരെ സ്പർശിക്കുന്നത്? നമ്മുടെ കാലുകൊണ്ട് സ്പർശിച്ചാല് നമ്മുടെ കാലിന്റെ അറ്റത്ത് നെഗറ്റീവ് എനർജി ആയിരിക്കും, അത് അവരിലേക്ക് സംക്രമിക്കും. നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി നമ്മൾ കൈ കൊണ്ട് തൊട്ട് തലയിൽ വെക്കും, അല്ലെ? അതുകൊണ്ടാണ് വലിയ വലിയ കുംഭാഭിഷേകം ഒക്കെ ചെയ്തു കഴിഞ്ഞ്, വലിയ വലിയ യജ്ഞമൊക്കെ കഴിഞ്ഞ് ആചാര്യന്മാരിറങ്ങുമ്പോൾ അവരിൽ അസാമാന്യമായിട്ടുള്ള തപശക്തിയായിരിക്കും. ആ വേദമന്ത്രങ്ങളൊക്കെ ചൊല്ലി ആ സമയത്ത് നമ്മൾ അവരെ നമസ്കരിക്കണം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അതുകൊണ്ടാണ്. അപ്പൊ ഈ കാല് കഴുകുമ്പോൾ എന്താ സംഭവിക്കുക? ജലത്തിന് ഊർജത്തിനെ വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട്, അല്ലെ? അപ്പൊ ഈ പാദം കഴുകുമ്പോൾ ഇതുപോലെയുള്ള, ഇപ്പൊ ഭഗവാന്റെ പാദം കഴുകുമ്പോൾ ആ ജലം, ആ ഊർജം വലിച്ചെടുക്കും. ഊർജത്തിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിക്കുന്നതല്ലേ? വെളിച്ചം വെള്ളത്തിലൂടെ പാസ് ചെയ്യും, ശബ്ദം വെള്ളത്തിലൂടെ കടന്നു പോകും. ഇതെല്ലാം, വെളിച്ചമൊക്കെ ഓരോ ഊർജത്തിന്റെ ഭേദങ്ങളാണ്. അപ്പൊ വെള്ളം ഊർജത്തിന് നല്ലൊരു മീഡിയമാണ്, കണ്ടക്ടറാണ്. അപ്പൊ പാദം കഴുകുമ്പോൾ ആ ശരീരത്തിലുള്ള ഊർജം, ഭഗവാന്റെ ഊർജം, ചൈതന്യം എന്താണ്? ആ വെള്ളത്തിലേക്ക് പ്രവേശിക്കും. ആ ജലം നമ്മൾ എന്ത് ചെയ്യും? പാദം കഴുകുന്ന ജലം പൊതുവെ കുടിക്കാറില്ല, അത് തളിക്കുകയാണ് ചെയ്യുക. നിങ്ങൾ ബലിയൊക്കെ ചെയ്യുന്ന കണ്ടറിയാം, തർപ്പണമൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ബ്രാഹ്മണരെയൊക്കെ ഇരുത്തി തർപ്പണം ചെയ്യുമ്പോൾ 2 ബ്രാഹ്മണരിപ്പുണ്ട് വർഷത്തിലുള്ള തർപ്പണം. ഒന്ന് വിശ്വേദേവ ആണ്, ഒന്ന് പിതൃ ആണ്. വിശ്വേദേവ എന്ന് പറഞ്ഞാൽ പിതൃക്കളെ അങ്ങന്ന് കൂട്ടിക്കൊണ്ടുവരുന്നയാളാണ് ഈ വിശ്വദേവ. മറ്റേത് പിതൃ ആണ്. ഇവർ 2 പേരെയും നമ്മൾ തർപ്പണത്തിന്റെ അന്ന് കാല് കഴിക്കും. വിശ്വേദേവായ പാദം കഴുകിയ വെള്ളം മാത്രമേ നമ്മൾ തളിക്കാറുള്ളൂ, പിതൃക്കളുടെ നമ്മൾ തളിക്കാറില്ല. അതൊരിക്കലും നമ്മൾ കുടിക്കാറുമില്ല. അപ്പൊ ആ ചൈതന്യം നമ്മളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ പാദത്തിന്, ഗുരുക്കന്മാരുടെ പാദത്തിന്, ഇനി ഇതേ വിഷയം വരുന്നുണ്ട്
ഭഗവാൻ എന്തുകൊണ്ട് പാദം കൊണ്ട് മഹാബലിയുടെ മൂർധാവിൽ സ്പർശിച്ചു? ഇതും ഇതേ സാങ്കത്യം തന്നെയാണ് വരിക. അപ്പൊ അതുകൊണ്ട് ഈ ജലം ഇവിടെ തളിച്ചു. നമ്മുടെ ആചാര്യന്മാര് അപ്രസക്തമായിട്ടുള്ള ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കുക. ഇപ്പൊ എന്താണെങ്കിലും അതെല്ലാം തളിച്ചു. അതിനുശേഷം ആ ദാനം കൊടുക്കാൻ റെഡിയായി. അതോടുകൂടി ഭഗവാൻ എന്ത് ചെയ്തു? ആ വിശ്വരൂപം സ്വീകരിച്ചു. ആ സൂര്യനും ചന്ദ്രന്മാരും എല്ലാം ഭഗവാന്റെ അവയവങ്ങളായിട്ട് മാറി. ഭഗവാൻ അല്ലാതെ ഒന്നുമില്ലാത്ത അവസ്ഥയിലായി. ഇതോടുകൂടി അവിടെ ഉണ്ടായിരുന്ന അസുരന്മാരെല്ലാം നിലവിളിക്കാൻ തുടങ്ങി. അവർക്ക് മനസ്സിലായി തങ്ങളുടെ കാര്യം പോക്കാണ്. ഉടനെ അവരൊക്കെ യുദ്ധ ഉപകരണങ്ങളും ഒക്കെ ആയിട്ട് വന്ന് ഈ ഭഗവാനോട് യുദ്ധം ചെയ്യാനായിട്ട് വന്നു. ഇതൊന്നും കണ്ടിട്ട് ഇന്ദ്രസേനന് ഒരു കുലുക്കവും ഇല്ല. ഇന്ദ്രസേനൻ വളരെ ശാന്തനായിട്ടാണ് നിൽക്കുക. അവരെയൊക്കെ തടഞ്ഞു. അവരോടൊക്കെ പറഞ്ഞു ഒന്നും ചെയ്യാൻ പാടില്ല, എല്ലാവരോടെ മാറി നിന്നോളൂ എന്ന് പറഞ്ഞു. പക്ഷെ അപ്പത്തേക്കും ശുക്രാചാര്യർ പറഞ്ഞു ദാനം കൊടുക്കാൻ പാടില്ല, ഇനിയാണെങ്കിലും ചെയ്യൂ. പക്ഷെ അവിടെ എന്ത് ചെയ്തു? ആ ദാനനീര് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ശുക്രാചാര്യർ ശപിച്ചു, എല്ലാ ഐശ്വര്യങ്ങളും പോകട്ടെ എന്ന്. ആ ഗുരുവിന്റെ ശാപം കിട്ടിക്കഴിഞ്ഞാല് മുമ്പ് ഭഗവാൻ പറഞ്ഞില്ലേ, ഈ ഐശ്വര്യം മുഴുവൻ ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ടാണ്. ആ ഗുരുവിന്റെ അനുഗ്രഹം ഇല്ലാതെയാകുമ്പോൾ കാര്യങ്ങളൊക്കെ ശരിയായിക്കോളും എന്ന് പറഞ്ഞു. അപ്പൊ അത് തന്നെ ഇവിടെ സംഭവിച്ചു. ഗുരു ശപിച്ചു. പക്ഷെ അപ്പോഴും ഇന്ദ്രസേനന് ഒരു കുലുക്കവും ഇല്ല. ഭഗവാൻ തന്റെ രൂപം എടുത്തു. 2 അടി കൊണ്ട് തന്നെ 3 ലോകം അളന്നെടുത്തു. ഇനിയിപ്പൊ വാക്കു കൊടുത്തിട്ടില്ലേ, 3 അടിയാണ് ചോദിച്ചത്. 3ാമത്തെ അടി എവിടെയെങ്കിലും ഒന്ന് വെക്കണം. വെച്ചില്ലെങ്കിൽ എന്താ പ്രശ്നം? വാക്ക് പാലിച്ചില്ല എന്നാവും. ഭഗവാൻ ഒട്ടനെ ഗരുഡനെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, ഇന്ദ്രസേനനെ വരണപാശം കൊണ്ട് ബന്ധിക്കുക. കാരണം എന്താ? വാക്ക് പാലിച്ചില്ല, സ്ഥലം വിട്ടു പോകരുതല്ലോ. അതിനുശേഷം എന്ത് ചെയ്തു? ഭഗവാൻ ഇന്ദ്രസേനനെ ശക്തിയായിട്ട് ശകാരിക്കാൻ തുടങ്ങി. ശക്തിയായിട്ട്, എന്തിനാ ഈ പറഞ്ഞ വാക്കൊന്നും നീ പാലിക്കുന്നില്ല, എനിക്ക് 3 അടി തരാന്ന് പറഞ്ഞു. 2 അടിയേ ആയിട്ടുള്ളൂ. മുഖത്തിലൊരു ഭാവവ്യത്യാസം പോലും ഭഗവാന്റെ ശകാരത്തില് ഇന്ദ്രസേനൻ ഉണ്ടായില്ല. ഇന്ദ്രസേനൻ മനസ്സിൽ വിചാരിക്കുകയാണ്, എന്റെ ഭഗവാനെ എത്ര കരുണാനിധിയാണ് അങ്ങ്. ശരിക്ക് രൂപത്തില് അല്ലെങ്കിൽ ശത്രുവാണെന്ന് ഭാവിച്ചുകൊണ്ട് എന്നെ രക്ഷിക്കാനായിട്ട് നീ വന്ന് നിൽക്കുകയാണ് അല്ലേ? ഭഗവാന്റെ അനുഗ്രഹ കഥകൾക്ക് പറയുന്ന പേര് പോഷണം എന്നാണ്. ഈ ഭഗവാന്റെ അനുഗ്രഹതകളൊക്കെ എങ്ങനെയൊക്കെയാ? ശിശുപാലന്റെ ക്രോധം, കംസന്റെ ഭയം, പഴക്കാരിക്ക് എങ്ങനെ കൊടുത്തു അനുഗ്രഹം, എല്ലാവർക്കും എത്ര വൈവിധ്യമാർന്ന രീതിയിലാണ് ഭഗവാൻ അനുഗ്രഹം കൊടുക്കുന്നത് അല്ലേ? ഭഗവാൻ ഇതെല്ലാം സമമാണ്. നമ്മൾ എപ്പോഴാണോ അതിൻ്റെ ആ കൃത്യമായിട്ടുള്ള തലത്തിലെത്തുന്നത് നമുക്കതിൻ്റെ അനുഗ്രഹം കിട്ടും. അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ ഇന്ദ്രസേനൻ പറയുകയാണ്, അങ്ങ് എൻ്റെ ശത്രുവാണെന്നുള്ള ഭാവത്തിലിരുന്ന് എനിക്ക് വേണ്ട അനുഗ്രഹമാണ് ചെയ്യുന്നതെന്ന് എനിക്കറിയാം. ഇതോടുകൂടി ഭഗവാന് മനസ്സിലായി ഇന്ദ്രസേനൻ മായയെ അതിക്രമിച്ചിരിക്കുന്നു. ഇവിടെ എന്താ സംഭവിച്ചത്? സകലതും നഷ്ടപ്പെട്ടു. സകലതും നഷ്ടപ്പെട്ടപ്പോൾ പോലും ദുഃഖിച്ചിട്ടില്ല. അങ്ങനെയുള്ളവനാണ് മായയെ അതിക്രമിക്കുക. എന്ത് നഷ്ടപ്പെട്ടിട്ടും ഒരു വിഷമവും ഇല്ല, വളരെ ശാന്തനായിട്ട് നിൽക്കുകയാണ്. അപ്പോഴും അറിയാം ഇവിടെ എന്താണ് സംഭവിക്കുന്നത്. ഭഗവാൻ തൻ്റെ കൂടെയുണ്ട്. ഭഗവാൻ ഉണ്ടെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും ചിന്തിക്കണോ? ഇത് തന്നെ രാമായണത്തിലും കാണാം. രാമായണത്തില് അവസാന ഭാഗം എത്തുമ്പോ ശ്രീരാമൻ സ്വധാമത്തിലേക്ക് പോകാനായിട്ട് തയ്യാറെടുക്കുന്നുണ്ട്. പക്ഷെ ഇതെങ്ങനെയോ ചാരന്മാര് മുഖേന വാനരന്മാരും പ്രജകളും അറിഞ്ഞു. എല്ലാരും പോകാൻ റെഡിയായി. അന്തപുരവാസികള്, റാണിമാര്, പ്രജകള്, രാക്ഷസന്മാര്, വാനരന്മാര് എല്ലാരും തയ്യാറായി. അപ്പൊ എല്ലാരും തയ്യാറായി എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ അറിയാൻ ജീവൻ ഉപേക്ഷിക്കാൻ പോവാന്ന്. പക്ഷെ അവർക്കൊന്നും ഒരു വിഷമമില്ല. എന്തുകൊണ്ടാണ്? ഭഗവാന്റെ കൂടെ നിൽക്കുമ്പോഴാണ് യഥാർത്ഥമായിട്ടുള്ള ആനന്ദം. ഭഗവാൻ ഇല്ലാത്തപ്പോഴാണ് ദുഃഖവും വിഷമവും. ഭഗവാൻ ഉള്ളപ്പോ എന്തെങ്കിലും വിഷമമുണ്ടോ? പരമമായിട്ടുള്ള ആനന്ദമാണ്. അപ്പൊ അതുകൊണ്ട് ഭഗവാനോട് ചേർന്ന് നിൽക്കുക. എല്ലായ്പ്പോഴും പറയാറുണ്ട്, ഭർത്താവ് മരിച്ചുപോയ വിധവകളെ പറ്റി പലപ്പോഴും സമൂഹത്തിൽ അവരെ മാറ്റി നിർത്തുമ്പോ ഭഗവാൻ പറയും, വിധവകൾ എന്ന് പറഞ്ഞാൽ ആരാണ്? എന്നും ഭഗവാനെ പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ആരും വിധവകളല്ല. നേരെ മറിച്ച് ഭൗതിക ലോകത്തിൽ സുമംഗലിയാണെങ്കിലും അവൾ ഭഗവാനെ പറ്റി ചിന്തിക്കുന്നില്ലെങ്കിൽ അവളാണ് യഥാർത്ഥ വിധവ. ഭക്തമീര പറയാറില്ലേ, ഈ ഭൂമിയില് എല്ലാ പുരുഷന്മാരും സ്ത്രീകളും ഉൾപ്പെടെ എല്ലാവരും സ്ത്രീകളാണ്, പുരുഷൻ ഒന്നേ ഉള്ളൂ, അത് ഭഗവാനാണെന്ന്.
അപ്പൊ അതുപോലെ ആ ഒരു തലത്തിലേക്ക് ഇന്ദ്രസേനൻ ഉയർന്നു, മായയെ അതിക്രമിച്ചു. അപ്പോൾ ഭഗവാന് മനസ്സിലായി ഇന്ദ്രസേനനെ അനുഗ്രഹിക്കാൻ സമയമായി. ഇന്ദ്രസേനനോട് പറഞ്ഞു, ഇന്ദ്രസേന, ഞാൻ എന്തുകൊണ്ടാണ് വന്നതെന്നറിയാവോ? നീ ചില അധർമ്മം ചെയ്തു. അതായത് ഇപ്പം സമയം ആർക്കുള്ളതാണ്? ഇപ്പത്തെ ഇന്ദ്രനുള്ളതാണ്. അതായത് ഒരു കൽപ്പം എന്ന് പറയുന്നത് ബ്രഹ്മാവിന്റെ ഒരു പകലാണ്. ആ ഒരു കൽപ്പത്തിൽ 14 മനുക്കൾ വരും. ഇപ്പൊ 7ാമത്തെ മനുവാണ്, വൈവസ്വത മനു. നമ്മൾ ഈ ശ്ലോകമൊക്കെ നമ്മൾ പൂജകളൊക്കെ ചെയ്യുമ്പോൾ വൈവസ്വത മന്വന്തരെ അല്ലേ, ജംബൂദ്വീപേ ഭാരതവർഷ, ഇതൊക്കെ നമ്മൾ ചൊല്ലത്തില്ലേ മന്ത്രങ്ങളൊക്കെ. അപ്പൊ പറയുകയാണ്, ഇപ്പൊ വൈവസ്വത മനു 7ാമത്തെ മനുവേ ആയിട്ടുള്ളൂ. അടുത്ത മനുവിന്റെ ഇപ്പൊ ഇന്ദ്രനെ ഞാൻ നേരത്തെ സീറ്റ് കൊടുത്തു വെച്ചിരിക്കുന്ന, ഇത്രയും കാലം ഞാൻ അലോട്ട് ചെയ്തിട്ടും കൊടുത്ത, എന്നിട്ട് അത് മാറ്റി നീ അവിടെ പോയി സീറ്റ് പിടിച്ചാല് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ വാക്ക് കൊടുത്തതല്ലേ. ആ സീറ്റ് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കാണ്. അതുകൊണ്ട് നീ സ്വർഗം കീഴടക്കാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ ആ ഇന്ദ്രനെ മാറ്റാൻ പോകുന്നത് അധർമ്മമാണ്. അപ്പൊ അതിന് പകരം എന്ത് ചെയ്യാം? അടുത്ത മന്വന്തരത്തിലെ ഇന്ദ്രനായിട്ട് ഞാൻ ഇപ്പോഴേ നിന്നെ ഡെപ്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞു. ഇപ്പോഴേ അങ്ങ് സ്ഥാനം കൊടുത്തു. ഭാവി പ്രധാനമന്ത്രി എന്നൊക്കെ പറഞ്ഞ് നേരത്തെ നമ്മളെന്താ രാജകുമാരന്മാരെ യുവരാജാവായിട്ട് വാഴിക്കില്ലേ? അപ്പൊ അതുപോലെ തന്നെ ഇവിടെ പറയുകയാണ്. മാത്രല്ല, നീ എന്ത് ചെയ്യണം? ഇനി അടുത്ത കൽപ്പം വരണ്ടേ? അപ്പൊ ഈ കൽപ്പാന്ത കാലത്തോളം നീ ജീവിച്ചിരിക്കണം. അതുകൊണ്ട് അത്രയും കാലം ഞാൻ നിനക്ക് ആയുസ്സും തരുന്നു. അതായത് ചിരഞ്ജീവിയായിട്ട് ഇരുന്നോളൂ എന്ന് ചുരുക്കം. അതിനുശേഷം എന്ത് പറഞ്ഞു? സുതലം എന്ന് പറയുന്ന ആ പാതാള ലോകത്തിൽ പോയി ജീവിക്കുക. ഈ സുതലെന്ന് കേൾക്കുമ്പോഴേ നമ്മൾ നരകമാണെന്ന് വിചാരിക്കും. സു കൂട്ടി എന്ത് പറഞ്ഞാലും നന്നായിട്ടല്ലേ നമ്മൾ പറയുക, അല്ലേ? സുന്ദരി എന്നല്ലേ പറയുക, സുമുഖി, അല്ലേ? എല്ലാം സു കൂട്ടി നല്ലതാണ്. പൊതുവെ ദൂ കൂട്ടി കുറച്ച് മോശമായിട്ടാ പറയുന്നത്, എങ്കിലും നല്ലതൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ദുര്യോധനൻ, ദുശ്ശള, അങ്ങനെ ദുരാഗ്രഹി എന്നൊക്കെ പറയും. എന്നാലും ദൂ കൂട്ടിയൊക്കെ നല്ലതും ഉണ്ട്. അപ്പോ ഇവിടെ എന്താണ്? സുതലം, വളരെ മനോഹരമായിട്ടുള്ള തലം. അവിടെ ഭഗവാൻ പറയുകയാണ്, ഞാൻ നിനക്ക് ദാസനായിട്ട് നിൽക്കും. വിഷ്ണു പാർഷദന്മാരായിരിക്കും നിനക്ക് കാവൽക്കാർ. വിഷ്ണു പാർഷദന്മാരെ കണ്ടാൽ എങ്ങനെ ഇരിക്കുന്നറിയോ? ഭഗവാനെ പോലെ തന്നെ ഇരിക്കും. അപ്പോ എവിടെ നോക്കിയാലും ഭഗവത് ചിന്തയോടുകൂടി ഇരിക്കാൻ പറ്റും. മുത്തച്ഛനായിട്ടുള്ള പ്രഹ്ലാദനോടും 3 ഭാര്യമാരാണുള്ളത്. അപ്പൊ അതില് അശ്വന, വിന്ധ്യാവലി, സുതേഷ്ണ. അപ്പൊ വിന്ധ്യാവലിയോടും ഇന്ദ്രസേനനും അങ്ങനെ പോയി ജീവിക്കുക അവിടെ. ഈ ഒരു കൽപ്പാന്തം തീരുന്നത് വരെ സുഖമായിട്ട് അവിടെ ജീവിക്കുക. അടുത്ത മന്വന്തരത്തിലെ ഇന്ദ്രനാണ്. അപ്പോഴേക്ക് എന്തായി? പുഷ്പവൃഷ്ടി നടത്തി ആ ദേവന്മാര് മഹത്തായിട്ടുള്ള ബലി ചെയ്തവൻ, ത്യാഗം ചെയ്തവൻ എന്നുള്ള അർത്ഥത്തില് മഹാബലി എന്നുള്ള പേര് വന്നു. അപ്പൊ ആ ഇന്ദ്രസേനന് ഈ ഒരു പദവിയിലെത്തിയത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ്. ഇവിടെ എവിടെയാണ് ശാപം എന്നാണ് നമുക്ക് മനസ്സിലാകാത്തത്. അപ്പൊ 3ാമത്തെ അടി ഭഗവാൻ പറഞ്ഞു, ഞാന് എവിടെ വെക്കണം എന്ന് പറയുന്നു, നിന്നെ അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഇനിയിപ്പൊ എന്നേക്ക് സമർപ്പിക്കാനുള്ളത് എന്നെ മാത്രം. നേരെ ഇരുന്നു കൊടുത്തു. പാദം ഭഗവാൻ ആ ശിരസില് സ്പർശിച്ചതേ ഉള്ളൂ. പക്ഷെ ഈ പടം ആരോ വരച്ചു. എങ്ങനെയാണ് സ്പർശിച്ചതായിട്ട്? പിന്നെ അമർചിത്ര കഥാകാരന്മാരൊക്കെ അത് കുഴിച്ചിറക്കി താഴോട്ടാക്കി. അത് കണ്ടു കഴിഞ്ഞപ്പോ അങ്ങനെയൊക്കെ തോന്നിക്കാണും. അതോ അമർചിത്ര കഥയിലൊക്കെ നോക്കിയാല് ഇന്ദ്രസേനൻ എങ്ങനെയാ? മഹാബലി കൊടവയറും ഒക്കെ ആയിട്ടല്ലേ. ഒന്ന് ആലോചിക്കുക, ദേവാസുര യുദ്ധത്തില് ദേവന്മാരെ തോൽപ്പിച്ചതാണ്. ശരിക്കും നമ്മൾ സിനിമയില് ബാഹുബലിയൊക്കെ യുദ്ധം ചെയ്യുന്ന കണ്ടിട്ടില്ലേ? സിനിമയിൽ യുദ്ധം ചെയ്ത് അഭിനയിക്കുന്ന ആളുടെ ശരീരം പോലും എങ്ങനെയാ? ഒരു കൊടവയറുണ്ടോ? അല്ലേ? ബാഹുബലിക്കൊക്കെ കൊടവയറുണ്ടോ? അപ്പൊ ദേവാസുര യുദ്ധത്തില് ദേവന്മാരെ തോൽപ്പിച്ച ആളുടെ ശരീരമൊക്കെ എങ്ങനെയായിരിക്കണം? ചക്രവർത്തിയാണ്. ഇങ്ങനെ ഓലക്കുടയും പിടിച്ചാണോ നടക്കുക? നല്ല ഛത്രമൊക്കെയാണ്. പക്ഷെ ആരുടെയൊക്കെയോ ഭാവനയില് വളരെ മോശമായിട്ട് മഹാബലിയെ ചിത്രീകരിച്ചു. മാത്രല്ല, സവർണൻ അവർണനെ ചവിട്ടിത്താഴ്ത്തി എന്നുവരെ ചിത്രീകരിച്ചു. ഇവിടെ ശരിക്കു പറഞ്ഞാല് സവർണനും അവർണനുമാണോ? രണ്ടുപേരും ഒരേ കുലത്തിലുള്ളവരാണ്, അല്ലേ? കശ്യപന്റെ 2 ഭാര്യമാരിൽ പെട്ട വംശത്തിൽപ്പെട്ടവരാണ്. അതിഥിയുടെ പുത്രനാണ് വാമനൻ, ദിതിയുടെ ഹിരണ്യാക്ഷൻ, പ്രഹ്ലാദൻ, അല്ലെ, വിരോചനൻ. ഇങ്ങനെ വരുമ്പോഴാണ് ഇന്ദ്രസേനൻ. ഒരേ വംശത്തിൽപ്പെട്ടവരാണ്. ഇവിടെ സവർണനും അവർണനും ഒന്നുമില്ല. പക്ഷെ എന്തൊക്കെയാ പറഞ്ഞു കൂട്ടുക? ഇവിടെ ശരിക്കു പറഞ്ഞാല് ഭഗവാൻ ദീക്ഷ കൊടുത്തതാണ്. അതായത് അടുത്ത ഇന്ദ്രനായിട്ട് വാഴണമെങ്കിൽ എന്ത് വേണം? അതിനുള്ള ചൈതന്യവും ശക്തിയും വേണം.
പിന്നെ വിരോചനാണെങ്കിൽ പ്രഹ്ലാദനാണെങ്കിലും തൻ്റെ കാലത്ത് മുഴുവൻ തപസ് ചെയ്യുകയായിരുന്നു. അപ്പൊ തപസ് ചെയ്യാനുള്ള ആർജവും കൊടുത്തു. അതായത് ദീക്ഷാ സമ്പ്രദായം പലതരത്തിലുണ്ട്. നയനദീക്ഷ, സ്പർശദീക്ഷ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നയനദീക്ഷ എന്ന് പറഞ്ഞാല് ഗുരുവും ശിഷ്യനും മുഖാമുഖ ഇരിക്കും, നോക്കുക മാത്രമേ ചെയ്യുള്ളൂ. കണ്ണിലൂടെ മറ്റും ആ ചൈതന്യം മുഴുവൻ ശിഷ്യനിലേക്ക് സംക്രമിക്കപ്പെടും, ശക്തി. സ്പർശദീക്ഷ എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഗുരു സ്പർശിക്കും. അങ്ങനെയാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ തൻ്റെ അവസാന കാലത്ത് തൻ്റെ ശക്തി മുഴുവൻ വിവേകാനന്ദ സ്വാമിയിലേക്ക് മാറ്റിയത്. പിന്നെ പറഞ്ഞു, ഇനി എൻ്റെ കയ്യിൽ ഒന്നുമില്ല പറയുന്നുണ്ട്. സ്മരണദീക്ഷ എങ്ങനെയാണ്? ഗുരു എവിടെയെങ്കിലും ഇരിക്കും, ശിഷ്യൻ ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും ആയിരിക്കും, ഇവിടെ ഇരുന്ന് ആ ചൈതന്യം മുഴുവൻ മാറ്റും, ആ സംക്രമിപ്പിക്കും. ഇങ്ങനെ ദീക്ഷാ സമ്പ്രദായം പലതരത്തിലുണ്ട്. ശക്തിപാദം എന്ന് പറയും. എന്നാൽ ശ്രീവിദ്യാ സമ്പ്രദായത്തില് 2 തരത്തില് ദീക്ഷയുണ്ട്. ഈ ശാംഭവി ദീക്ഷയൊക്കെ ആ രീതിയിലുള്ളതാണ്. അതിലൊന്ന് ഈ പറയുന്ന പാദം സ്പർശിച്ചുകൊണ്ടാണ്, ഗുരുവിന്റെ പാദം സ്പർശിച്ചുകൊണ്ട്. കാരണം എന്താണ്? ഗുരുവിന്റെ പാദത്തിലാണ് ഏറ്റവും കൂടുതൽ ഊർജമുള്ളത്. ആ ഊർജം, ആ പാദം ശിഷ്യന്റെ മൂർധാവില് സ്പർശിക്കും. മൂർധാവിലൂടെ ആ ചൈതന്യം മുഴുവൻ ശരീരത്തിലേക്ക് പ്രവേശിക്കും. ഗുരു ശക്തിപാദത്തിലൂടെ ചൈതന്യം പ്രവേശിപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഗുരുക്കന്മാരുടെ പൂജയ്ക്ക് ഉപയോഗിക്കുന്നത്. നമ്മൾ ഗുരുക്കന്മാരുടെ പാദപൂജയല്ലേ ചെയ്യുക? അവരുടെ മെതിയടി വെച്ചിട്ട് പാദമാണ് പൂജിക്കുക. ഭരതൻ എന്താ ചെയ്തേ? ഭരതനും പാദമാണ് ചെയ്തത്. ഗുരുവിന്റെ പാദത്തിനുള്ള പ്രത്യേകത ഇതാണ്. അതുകൊണ്ടാണ് ഗുരുക്കന്മാരുടെ പൂജയ്ക്ക് തുമ്പപ്പൂ ഉപയോഗിക്കുന്നത്. ദക്ഷിണാമൂർത്തി ഗുരു അല്ലേ? തുമ്പപ്പൂവിന്റെ ഷേപ്പ് എങ്ങനെയാ? പാദത്തിന്റെ ഷേപ്പ് അല്ലേ? അതിന്റെ ആകൃതിയല്ലേ? തുമ്പപ്പൂ മാത്രമല്ല, വാമനമൂർത്തിക്കും തുമ്പപ്പൂവാണ്. അതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ വാമനമൂർത്തി പരമഗുരുവായിരുന്നു മഹാബലിയുടേതെന്ന് അർത്ഥം. അപ്പൊ ആ ഗുരു ശക്തിപാദത്തിലൂടെ തൻ്റെ ശിഷ്യനെ അനുഗ്രഹിച്ചതാണ്. ഇനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നമ്മൾ പലരെയും പറയും, എന്നാലും എനിക്കൊരു ഗുരുവിനെ വേണം, പക്ഷെ ഗുരുവിനെ കിട്ടാറില്ല, ഞാൻ കുറെ കാലമായി തപ്പി നടക്കുന്നു. ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ പറയുന്നു, നമ്മൾ ഗുരുവിനെ തപ്പി നടക്കുകയേ വേണ്ട. എങ്ങനെയാണ് നാരദ മുനി വ്യാസഭഗവാന്റെ സമയത്ത് കറക്റ്റ് അവിടെ എത്തിയത് അല്ലേ? ഏതൊക്കെ എഴുതിയിട്ടുണ്ടോ അതിനൊക്കെ കൃത്യം വന്ന് പറഞ്ഞിട്ടുണ്ട്. വാൽമീകി മഹർഷി തപ്പി നടന്നോ നാരദ മുനിയെ? കൃത്യമായിട്ട് അവിടെ സമയത്തെത്തി. അപ്പൊ നമ്മുടെ അടുക്കൽ ഗുരു വരണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമ്മൾ ഗുരുവിനെ തപ്പി നടക്കണ്ട, ഗുരുവിനെ ലഭിക്കാനുള്ള ഗുണഗണങ്ങൾ സ്വയം വളർത്തിയെടുക്കുക. നമ്മൾ വളർത്തിയെടുത്താൽ ഗുരു സ്വാഭാവികമായിട്ടും വേണ്ട സമയത്ത് നമ്മുടെ മുന്നിൽ വന്നോളൂ. ഇവിടെ ഇന്ദ്രസേനൻ അതല്ലേ വന്നത്? ആ മായയിൽ നിന്നും എല്ലാം മുക്തനാകാനുള്ള ഒരു തരത്തിലുള്ള ദുഃഖവും തന്നെ ബാധിക്കുന്നില്ല എന്നുള്ള അവസ്ഥയിൽ ഇന്ദ്രസേനൻ എത്തിയപ്പോൾ ഗുരു നേരെ എത്തി ആ മുന്നില്. അപ്പോൾ ഇവിടെ നമുക്ക് ധാരാളം കാര്യങ്ങൾ ഈ ഒരു വാമന ചരിതത്തിൽ നിന്ന് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ തിരുവോണം എന്ന് പറയുന്നത് ഒരു സംശയവും വേണ്ട, ഭഗവാൻ അവതരിച്ച ദിവസം വാമന ജയന്തിയാണ്. നമ്മൾ അത്തപ്പൂ ഇടുമ്പോൾ അവിടെ വാമനമൂർത്തിയെ വെച്ചല്ലേ പൂജിക്കുന്നേ? പക്ഷെ എന്തൊക്കെ വിവാദം നടക്കുകയല്ലേ? അത് വാമന ജയന്തി അല്ല, മഹാബലി പൂജയാണ്. ഭക്തനെ ഭഗവാനെ ചിന്തിക്കുമ്പോൾ കൂടെ ചിന്തിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ഭഗവാനെ മാറ്റി നിർത്തി ഭക്തനെ ചിന്തിക്കാൻ പറ്റുമോ? ഭഗവാന് പോലും ഭക്തനേക്കാൾ ഭക്തിയാണ് ഇഷ്ടം ശരിക്കു പറഞ്ഞാല്. അപ്പൊ ആ തിരുവോണം എന്ന് പറയുന്നത് എന്താണ്? വാമന ജയന്തിയാണ്. അന്ന് ഭഗവാനെയാണ് നമ്മൾ ഓർക്കേണ്ടത്. അതിനുവേണ്ടി തൃക്കാൽക്കര അല്ലെ, തൃക്കാൽക്കര ഇന്ന സ്ഥലത്ത് വെച്ചു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ആ ഒരു സ്മരണയോടുകൂടി, അതാണ് തിരുവോണം. തിരുവോണം തിരുവാതിരയൊക്കെ തിരു ചേർത്തുള്ളൂ. തൃക്കേട്ട ഇന്ദ്രന്റെ നക്ഷത്രമാണ്. അപ്പൊ അങ്ങനെ വളരെ വിശേഷപ്പെട്ട നക്ഷത്രങ്ങളായതുകൊണ്ട്, അത് നമുക്ക് വളരെ വിശേഷപ്പെട്ട ദിവസങ്ങളായതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പേരിലൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് മായയെ എങ്ങനെ അതിജീവിക്കാം? മായയെ അതിജീവിച്ചാൽ ജീവിതത്തിലെ സകല ഐശ്വര്യങ്ങളും ഉണ്ടാകും, ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാവും. പക്ഷെ അതിനെത്രമാത്രം നമ്മൾ പരിശ്രമിക്കണം, ഉയർന്ന തലത്തിലെത്തണം എന്നുള്ളത് മഹാബലിയുടെ ചരിത്രത്തിലൂടെ നമുക്ക് ഭഗവാൻ കാണിച്ചു തരികയാണ്. അതുകൊണ്ട് ആ ഒരു ഭാവത്തിലേക്ക് എത്താൻ ഇതെല്ലാം സ്മരിക്കുമ്പോൾ ആ ഭഗവാൻ നമ്മളെയും അനുഗ്രഹിക്കും എന്നുള്ള ഒരു ചിന്തയിലാണ് നമ്മൾ ഇതെല്ലാം അനുസ്മരിക്കുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ അനുസ്മരിക്കുമ്പോൾ അങ്ങനെ വേണമല്ലോ ചെയ്യാൻ. മഹാബലി പോലും ത്യജിച്ചില്ലേ, ഒന്നിനോടും കെട്ടപ്പെട്ടിട്ട് ഇരുന്നിട്ട് കാര്യമില്ല.
എന്ന് വെച്ചാൽ എന്താ, ഒരു സുഖവും ആസ്വദിക്കണ്ടെന്നല്ല. എല്ലാ സുഖ സൗകര്യങ്ങളും ആസ്വദിക്കാം. ഒരു സുപ്രഭാതത്തിൽ ഇല്ലാതെ ആയാലും എന്തു വേണം, തകർന്നു പോകാതെ അതും ഭഗവാന്റെ ഇച്ഛ എന്ന് പറഞ്ഞിരിക്കുക. ഉണ്ടെങ്കിൽ ഒരു ഭാഗം മറ്റുള്ളവർക്ക് കൊടുക്കുക, എ സിയിലൊന്നും കിടക്കണ്ടെന്നല്ല. എല്ലാം സന്തോഷമായിട്ട് ഐശ്വര്യമായിട്ട് 55-60 വയസ്സ് വരെ എല്ലാവരും സമ്പാദിക്കുക. മഹാബലി കാണിച്ചു തരികയാണല്ലേ, എല്ലാം സമ്പാദിക്കുക. വിട്ടുപോകേണ്ട സമയമാകുമ്പോൾ താമരയിലയിൽ വെള്ളം വീഴുന്നത് പോലെ ആ ശരണാഗതി അടയുക. ഇവിടെ ശരണാഗതി അടയുക എന്ന് പറയുമ്പോൾ എങ്ങനെയാ ശരണാഗതി അടഞ്ഞത്? ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ശരണാഗതി വിഭീഷണ ശരണാഗതിയാണ്. പക്ഷെ എന്ത് പേര് പറഞ്ഞാലും ആരാണ് ശരണാഗതി അടയുന്നുണ്ട്, ആരോടാണ് ശരണാഗതി അടയുന്നതെന്നില്ല. കാരണം ആ ശരണാഗതി അടയാൻ ഒരാളോടെ ഉള്ളൂ അല്ലേ, അത് ഭഗവാനോടാണ്. പക്ഷേ ആരാണ് ശരണാഗതി അടയേണ്ടത്? അപ്പൊ എന്തു പറഞ്ഞു? വിടേണ്ടതെല്ലാം വിട്ടു, വിടേണ്ടതെല്ലാം വിട്ടു എന്നാ പറയാ. ചേരേണ്ടതൊന്നിനോട് ചേർന്നു, ചേരേണ്ടതൊന്നു മാത്രം, വിടേണ്ടത് ധാരാളം. ഈ ഒരു ചരിതമാണ് മഹാബലി നമുക്ക് കാണിച്ചു തരുന്നത്. ഇങ്ങനെ ഈ മഹാബലി ചരിതം അനുസ്മരിക്കുന്ന നമുക്കും ഈ ഒരു ഭാവമെല്ലാം ഉണ്ടാകട്ടെ, ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഗുരു നമുക്ക് ലഭിക്കാനുള്ള തലത്തിലേക്കുള്ള പരിശുദ്ധിയും ചിത്തശുദ്ധിയും നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞ എല്ലാ വാക്കുകളും ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു.